എന്തായാലും നമ്മളൊക്കെ ജനിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ വിജയത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെയൊക്കെ പരിശ്രമം ഉണ്ടാവാറുള്ളത്. അതിൽ പല പല ജോലികൾ ജീവിത വിജയത്തിന്, ചിലർ ഗവൺമെന്റ് ജോലിയുള്ളവരുണ്ട്, അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടറിൽ പണിയെടുത്തവരുണ്ട്, അല്ലെങ്കിൽ ബിസിനസ്സിൽ പണിയെടുത്തവരുണ്ട്. എന്നാൽ എല്ലാവരും നമ്മൾ വിജയത്തിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ വിജയിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് വർക്കും ചെയ്തിട്ട് പിന്നീട് RCMനെ തിരിച്ചറിഞ്ഞ് ഇതാണ് എൻ്റെ പാത എന്ന് തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോകുന്ന ആളുകളുണ്ട്. അപ്പൊ അവരോടൊക്കെ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ഒന്ന്, ആളുകളൊക്കെ ഉള്ളവരൊക്കെ ഒന്ന് ലൈവിൽ വരികയാണെന്ന് വെച്ചാൽ കുറച്ചുകൂടി നന്നായിരുന്നു. നമുക്ക് കൂടുതൽ വീഡിയോ ഓണാക്കാൻ കഴിയുന്നവർ വീഡിയോ ഓണാക്കിയിരിക്കുക. കാരണം ഓണാക്കിയിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നല്ല കാര്യം, അതായത് നിങ്ങളുടെ ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഇത് കൂടെ കിട്ടുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അപ്പൊ നമുക്ക് ജീവിത വിജയത്തിന് നമുക്ക് വേണ്ട പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഒന്ന് ഒന്ന് ചാറ്റിൽ ഇടാൻ പറ്റുമോ? നമുക്ക് വിജയിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രധാനമായിട്ട് നമുക്ക് വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെ വേണം, എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പല ആളുകളും നമുക്ക് പറയുന്നതൊക്കെ, നമുക്ക് ഹാർഡ് വർക്കാണ് വിജയത്തിനുള്ള ഒന്നാമത്തെ പാതാണ്. ആണോ? അല്ലെങ്കിൽ RCM ബിസിനസ്സിൽ വരുമ്പോഴും അല്ലെങ്കിലൊക്കെ നമ്മൾ ചിലപ്പോൾ സംസാരിക്കാറുണ്ട്, നല്ലൊരു ടീമിനെ കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് നന്നായി വിജയിക്കാമായിരുന്നു. ചില ആളുകൾ പറയും നല്ലൊരു ലീഡറെ കിട്ടി. ദിനേഷ് സാറ് വിട്ടിട്ടുണ്ട്. ആറ്റിറ്റ്യൂഡ്, നോളേജ്, പോസിറ്റീവ് മൈൻഡ് സെറ്റ്, ഹാപ്പിനെസ്, ഇങ്ങനെ കുറെ ഘടകങ്ങളുണ്ട് ഒരു വിജയത്തിന് വേണ്ടിയിട്ട്, അല്ലെ? ആ ക്ഷമ വേണം. ഗുഡ്. അപ്പോൾ എല്ലാവരും ലൈവിലാണ് എന്ന് എനിക്ക് മനസ്സിലായി. അതറിയുന്നതിന് വേണ്ടി ഞാൻ ചോദിച്ചാണ്. എന്തായാലും ഞാൻ ഞാനും ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു വിജയത്തിന് അടിസ്ഥാനമാണെന്ന് തന്നെയാണ് ഞാനും വിചാരിച്ചിരുന്നത്. പക്ഷെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഈശ്വരൻ അനുവദിച്ചു വന്ന സമയം, ടൈം, ഇത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു നമ്മൾ എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ജീവിതത്തിൽ വിജയം കൈവരിക്കുന്നത് എന്നാണ് ഞാൻ വിജയിച്ച ആളുകളുടെ ചരിത്രമൊക്കെ എടുത്ത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ഈശ്വരൻ എല്ലാ ആളുകൾക്കും കൃത്യമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് സമയം. 24 മണിക്കൂർ എല്ലാവരുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ 24 മണിക്കൂറിൽ നമ്മൾ ആ സമയം എങ്ങനെയൊക്കെ കൃത്യമായി വിനിയോഗിച്ചോ അവർക്കാണ് വിജയം കയ്യിൽ ഒതുങ്ങിയിട്ടുള്ളത്. അപ്പൊ നമ്മുടെ സമൂഹത്തിൽ പല തരത്തിലുള്ള ആളുകൾ, നല്ല റിച്ചസ്റ്റ് കാറ്റഗറിയിലുള്ള ആളുകളുണ്ട്, അല്ലെങ്കിൽ ഇടനിലക്കാരായിട്ടുള്ള ആളുകളുണ്ട്, തീരെ സാമ്പത്തികമൊന്നും ഇല്ലാതെ ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടി നിരന്തരം പരിശ്രമം ചെയ്യുന്നു എന്ന വിജയം കൈവരിക്കാൻ പറ്റാത്ത, അങ്ങനെ പലതരത്തിലുള്ള ആളുകൾ ഉണ്ട്. പക്ഷെ ഇവർക്കൊക്കെ കോമൺ ആയിട്ട് ഒരേ സമയമാണ് ഈശ്വരൻ നൽകിയിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ റിച്ചസ്റ്റ് കാറ്റഗറിയിൽ വരുന്ന ആളുകൾ നോക്കുമ്പോൾ അവർക്ക് കൂടുതലും അവർ പൈസ ഉണ്ടാക്കുന്നതിന് വേണ്ടി അവർ സമയം നീക്കി വെച്ചതിന്റെ ഫലമായിട്ട് അവര് കൂടുതൽ റിച്ചസ്റ്റ് കാറ്റഗറിയിൽ വന്നു, അല്ലെങ്കിൽ വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ചെയ്യുന്നത് കൊണ്ട് അവർക്ക് ആ ഒരു ഗതിയിലേക്ക്, ആ ഒരു സ്ഥിതിയിലേക്ക് അവർ വന്നു. ഏറ്റവും പാവപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ വിജയിക്കാത്ത ആളുകളുടെയും കാര്യങ്ങൾ നോക്കുമ്പോൾ അവര് അതിനു വേണ്ടിയിട്ടാണ് കൂടുതൽ അവരുടെ ജീവിതത്തിൽ സമയം കളഞ്ഞിട്ടുള്ളത്. നമ്മൾ അതിനെ പറ്റി കൂടുതൽ പഠിക്കുമ്പോഴാണ് മനസ്സിലായത്. അപ്പോ ഇന്നിപ്പോ ഞാൻ നിങ്ങളായിട്ട് സംവദിക്കാൻ ഉദ്ദേശിക്കുന്നത്, നമുക്ക് കിട്ടിയിരിക്കുന്ന സമയം, ഞാൻ എപ്പോഴും പറയും RCM എന്ന ബിസിനസ് ഒരു സോഷ്യലിസം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും തുല്യനീതി ഉറപ്പുവരുത്തുന്ന ഒരു സിസ്റ്റമാണ് RCM ബിസിനസ്സിൽ വലിയവനെന്നോ ചെറിയവനെന്നോ അല്ലെങ്കിൽ ജഡ്ജി എന്നോ ഓട്ടോറിക്ഷ ഡ്രൈവർ എന്നോ ഒന്നും ഭേദഗതിയില്ല. എല്ലാവർക്കും ഒരേ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരേ അവസരം നൽകുന്ന ഒരു പ്രസ്ഥാനമാണ് RCM. നമുക്കറിയാം, ഹൈക്കോടതി ജഡ്ജ് RCM ബിസിനസ് അസോസിയേറ്റ് ചെയ്ത് വിചാരിക്കും, അദ്ദേഹത്തിന് താഴെയും പിറ്റത്തെ ദിവസം ഒരു ഓട്ടോറിക്ഷക്കാരൻ വന്നിട്ട് അസോസിയേറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് താഴെ ആയിരിക്കും. അല്ലെങ്കിൽ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറോ അല്ലെങ്കിൽ തീരെ വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാളോ അസോസിയേറ്റ് ചെയ്തെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് താഴെ ആയിരിക്കും പിന്നീട് ഒരു ഹൈക്കോടതി ജഡ്ജി ആവട്ടെ, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും സമുന്നതനായിട്ടുള്ള ഒരു വ്യക്തി വരികയാണെങ്കിൽ പോലും അദ്ദേഹത്തിന് താഴെ ആയിരിക്കും അവർക്ക് ജോയിനിങ് കൊടുക്കുക. അപ്പൊ അത് ഒരു കൃത്യമായിട്ടാണ് RCM കൊടുക്കുന്നത്. ഇതേപോലെ തന്നെയാണ് പ്രകൃതിയിൽ സമയം എല്ലാവർക്കും കൃത്യമായിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെ നമുക്ക് ഈ സമയത്തിനെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ
വിജയം കൈവരിക്കാം എന്നതിനെ കുറിച്ചിട്ട് ഒരു 10 സ്ട്രാറ്റജി നമ്മളായിട്ട് പങ്കുവയ്ക്കാം. എല്ലാവരും റെഡി അല്ലേ? ഓക്കെ, തുടങ്ങല്ലേ? അപ്പൊ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? അലോക്കേഷൻ ഓഫ് ടൈം. അതായത് ഒരു ദിവസത്തെ 24 മണിക്കൂർ നമുക്ക് എങ്ങനെ പങ്കുവയ്ക്കാം, എങ്ങനെ അലോക്കേറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ച് ഒന്ന് കാണാം. നമ്മൾ ഈ ഒരു രീതിയിൽ എങ്ങനെ കൃത്യമായിട്ട് നമുക്ക് പങ്കുവയ്ക്കാം എന്നുള്ളതിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് സമയത്തിനെ 4ആയിട്ട് തിരിക്കാം. നമ്മുടെ സമയത്തിൽ കിട്ടുന്ന പ്രവൃത്തികളെ 4ആയിട്ട് തിരിക്കാം. ഒന്ന് അർജന്റ്, മോസ്റ്റ് അർജന്റ് ആയിട്ടുള്ള കാര്യങ്ങള്, മോസ്റ്റ് ഇമ്പോർട്ടന്റ്. 1, 2. ഒന്ന് മോസ്റ്റ് അർജന്റ് ആയിട്ടുള്ള കാര്യങ്ങള്, 2 മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങള്, 3 നോട്ട് അർജന്റ് എന്നാലോ ഇമ്പോർട്ടന്റ് ആണ്. ഇനി അങ്ങനെ 3ാമത്തെ കാറ്റഗറി. 4ാമത്തെ കാറ്റഗറി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ട് അർജന്റ്, നോട്ട് ഇമ്പോർട്ടന്റ്. ഇതിനെ 4ആക്കിയിട്ട് നമുക്ക് സമയത്തിന് തിരിക്കും. നമുക്ക് ജീവിതത്തിൽ അല്ലെങ്കിൽ RCM ബിസിനസ്സിൽ വരുമ്പോൾ ഏറ്റവും അർജന്റ് ആയിട്ട് ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഇതിന് നമ്മൾ ഏറ്റവും ആദ്യത്തെ പാതയായിട്ട് നിൽക്കുക. നമുക്ക് RCM ബിസിനസ്സിൽ വരുമ്പോൾ തന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താ? ആദ്യം നമുക്ക് ലിസ്റ്റ് ബിൽഡിങ്. അതിന് നമുക്ക് എന്ത് ചെയ്യുക? ഏറ്റവും അർജന്റ് ആയിട്ട് തന്നെ നമുക്ക് അതിന് സമയം കൊടുത്തേ പറ്റൂ. അതേപോലെ നമ്മുടെ ടീമിൽ എന്തെങ്കിലും ഇഷ്യൂസ് വരിക വെച്ചാൽ അത് അർജന്റ് ആണ്. കാരണം ഒരു തീ നാളം ഇതിൽ കത്തിപ്പിടിക്കുമ്പോൾ അപ്പൊ തന്നെ കെടുത്തിയില്ലെങ്കിലും അത് വലിയ തീയായിട്ട് പടരും. പിന്നീട് നമുക്കതിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് ഇങ്ങനെ 4 കാറ്റഗറിയിൽ നമുക്ക് ഇതിനെ എഴുതി വെക്കണം വെച്ചാൽ നമുക്ക് എന്ത് വേണം? ഒരു ദിവസത്തെ ഒരു പ്ലാനിങ് നമുക്ക് എപ്പോഴും വേണം. അതിന് ടു ഡു ലിസ്റ്റ് എന്ന് പറയും. നമുക്ക് ഒരു ദിവസത്തെ ചെയ്യേണ്ട കാര്യങ്ങളെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ട് ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുക. അതെന്ത് വേണം? തലേ ദിവസം വൈകിട്ട് കടക്കുന്നതിന് മുമ്പ് വേണം രാവിലെ ഇന്ന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാണ്ട്. അങ്ങനെ കാര്യങ്ങൾ എഴുതി വെക്കുമ്പോഴാണ് നമുക്ക് അതിൽ അർജന്റ് ആയിട്ടുള്ള ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചുള്ളൊരു കാഴ്ചപ്പാട് കിട്ടുള്ളൂ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള കാഴ്ചപ്പാടും കിട്ടുള്ളൂ. നല്ല രീതിയിൽ ടു ഡു ലിസ്റ്റ് ഇടുന്ന വെച്ചാൽ നമുക്ക് എന്ത് വേണം? നമുക്കൊരു ടു ബി ലിസ്റ്റ് അതിന് മുന്നേ ഉണ്ടാവണം. എന്താണ് ടു ബി ലിസ്റ്റ്? ഞാൻ ആരായി തീരണം? ഞാൻ എന്തിനാണ് RCMലേക്ക് വന്നത്? ഈ മാസം എൻ്റെ ലക്ഷ്യം എന്താണ്? അല്ലെങ്കിൽ ഈ ഒരു വർഷം അവസാനം ആകുമ്പോഴേക്ക് എൻ്റെ ലക്ഷ്യം എന്താണ്? അല്ലെങ്കിൽ 6 മാസം കഴിഞ്ഞ് ഞാൻ എവിടെ എത്തണം? ഒരു വർഷം കഴിഞ്ഞ എൻ്റെ സ്ഥിതി എന്താണ്? അല്ലെങ്കിൽ ഒരു 3 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ആരായി തീരണം? അതിന് 10 വർഷം കഴിഞ്ഞാൽ ഞാൻ ആരായി തീരണം എന്നതിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു ടു ബി ലിസ്റ്റ് നമുക്ക് ഉണ്ടെങ്കിൽ, അതായത് RCM ബിസിനസ്സിൽ ഞാൻ വന്നു, എൻ്റെ ലക്ഷ്യം ഞാൻ പേൾ അച്ചീവർ ആണ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് സെപ്റ്റംബർ ആകുമ്പോഴേക്കും ഞാൻ സ്റ്റാർ പേൾ ആവുക എന്നാണ് എൻ്റെ ലക്ഷ്യം. അതിനോടൊപ്പം തന്നെ ഞാൻ ആരായിത്തീരണം? എനിക്ക് നല്ലൊരു ട്രെയിനർ ആയിത്തീരണം. ആളുകൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരെ കൈപിടിച്ച് ഉയരങ്ങളിലേക്ക് എത്തിക്കാനും അവരെ ലീഡർഷിപ്പിലേക്ക് കൊണ്ടുപോകാനുള്ള കഴിവ് എനിക്ക് ഉണ്ടായിരിക്കണം എന്നാണ് എൻ്റെ ലക്ഷ്യം. അപ്പൊ അതിനു വേണ്ട എന്തൊക്കെ വേണം? എനിക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാണ്ട്. ബുക്ക് വായിക്കൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഉയർച്ചയിലേക്ക് വരുന്ന ഇമ്പോർട്ടന്റും അതേപോലെ അർജന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഈ ഒരു ബിസിനസ്സിൽ വരുമ്പോൾ ഒരുപാട് തരത്തിലുള്ള ആളുകൾ ബിസിനസ്സിൽ വരുന്നതിന്റെ മുമ്പ് എനിക്ക് അറിയാമായിരുന്നു. പലതരത്തിലുള്ള ആള്, പല ജാതിയിൽപ്പെട്ട ആളുകള്, പല മതസ്ഥര്, ആണുങ്ങളായിട്ടുള്ള ആളുകള്, ലേഡീസ് ആയിട്ടുള്ള ആളുകള്, ഇങ്ങനെ ഗവൺമെന്റ് ജോലിക്കാര്, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ഉയർന്ന ആളുകള്, ഏറ്റവും താഴ്ന്ന, ഇങ്ങനെ പലതരത്തില് പല കാറ്റഗറിയിലുള്ള ആളുകൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ പരിചയത്തിലുള്ള ആളുകളുണ്ട്.
RCMന് വന്നപ്പോൾ എനിക്ക് രണ്ട് തരത്തിലുള്ള ആളുകളായിട്ടാണ് എനിക്ക് പരിചയമുള്ളൂ. അതിലത്തെ ഒന്നാമത്തെ ആള്, നമ്പർ 1 ആളുകള് RCMൽ എൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്തതും RCMൽ അസോസിയേറ്റ് ചെയ്ത ആളുകളും. രണ്ടാമത്തത്, നാളെ ടുമോറോ നാളെ എൻ്റെ ഒപ്പം എൻ്റെ ടീമിലോ RCMലേക്ക് വരാനുള്ള ആളുകളും. ഇങ്ങനെ രണ്ട് ടൈപ്പ് ആളുകളാണ് ഞാൻ കാണുന്നവരിൽ. ഒന്ന് RCM ആളുകൾ, ഇന്നുള്ളവര് നാളെ RCMലേക്ക് വരേണ്ട ആളുകൾ. ഇതിൽ ചെറിയവനും വലിയവനും, ആണും പെണ്ണും, കൂടിയവനും കുറഞ്ഞവരും ഒന്നുമില്ല. ഈ രണ്ട് ടൈപ്പ് ആളുകളെ എനിക്ക് RCMൽ കാണാൻ പറ്റി. ഇതിൽ തന്നെ ഈ രണ്ട് ടൈപ്പില് കാണാൻ പറ്റിയപ്പോൾ ഞാൻ സമയം എങ്ങനെ കൂടുതൽ വിനിയോഗിക്കണം എന്നുള്ളതിനെ കുറിച്ച് RCMൽ വന്നപ്പോൾ എനിക്ക് മനസ്സിലായത്, RCMൽ വിജയിക്കുന്ന ഏറ്റവും കൂടുതൽ PV ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും അർജന്റായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്? ഏറ്റവും കൂടുതൽ PV ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യം, അതായത് ഇന്ന് PV കിട്ടേണ്ട കാര്യങ്ങൾ ഞാൻ ഇമ്പോർട്ടന്റ് കൊടുക്കണം. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് കൊടുക്കുന്ന കാര്യങ്ങൾ ഇന്ന് എനിക്ക് PV കിട്ടുന്നതും. രണ്ടാമത് അർജന്റ് ഉള്ള കാര്യങ്ങൾ എന്താ? നാളെ ടുമോറോ എൻ്റെ PV കൂട്ടേണ്ട കാര്യങ്ങളും. ഇത് രണ്ടിനാണ് ഞാൻ അർജന്റ് ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത്. എക്സാമ്പിള്, ഞാൻ RCMൽ വന്നു. ഇന്ന് പല ആളുകളെയും ഞാൻ വിളിക്കും. ചില ആളുകൾ എന്നെ വിളിക്കും, എനിക്ക് ഇത്ര സാധനത്തിന് PV ബില്ലടിക്കണം, അല്ലെങ്കിൽ ഇത്ര സാധനങ്ങൾ വേണം പറയുമ്പോൾ ഞാൻ മറ്റെന്ത് തിരക്ക് മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്യും? അതിന് അർജൻസി കൊടുക്കും. അന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും എനിക്ക് എത്ര PV ഉണ്ടാക്കാൻ പറ്റും, ഇതിലാണ് എൻ്റെ ഏറ്റവും കൂടുതൽ ഫോക്കസ്. അതിനാണ് ഞാൻ അർജന്റ് കൊടുക്കുന്നത്. RCM പ്രസ്ഥാനത്തിൽ വന്നതിന് ശേഷം ഞാൻ ഈ തരത്തില് മാറി. അല്ലെങ്കിൽ ഞാൻ ഒരു മീറ്റിങ്ങിന് വിളിക്കുമ്പോൾ, അല്ലെങ്കിൽ വേറൊരു കാര്യങ്ങളാകുമ്പോൾ എൻ്റെ ഏറ്റവും അർജന്റ് കാര്യങ്ങൾ എന്താ? ഇന്നൊരു കല്യാണത്തിന് പോകണം, അല്ലെങ്കിൽ കുടുംബത്തില് ഒരു കുടിരിക്കലുണ്ട്, അല്ലെങ്കിൽ ഒരു കാതുകുത്തിന് പോകണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ അർജൻസി. മറ്റൊന്നിനും വിളിച്ചാൽ എനിക്ക് സമയം കിട്ടില്ല. പിന്നെ ജീവിതത്തിൽ പണിയെടുത്താലേ പൈസ ഉള്ളതുകൊണ്ട് പണിക്ക് പോകാൻ ഞാൻ അർജൻസി കാണിക്കുക. ഇന്ന് ഞാൻ ഏറ്റവും കൂടുതൽ അർജൻസി കാഴ്ചവെക്കുന്നത് എൻ്റെ PV കൂട്ടേണ്ട കാര്യത്തിനാണ്. പിന്നെ ഞാൻ പലതരത്തിലുള്ള അമ്പല കമ്മിറ്റി, പള്ളി കമ്മിറ്റിയിലൊക്കെ അംഗങ്ങളായിരുന്നു. അപ്പൊ ഇന്ന് പിരിവിന് പോകണം, അല്ലെങ്കിൽ നാളെ നടപ്പറയ്ക്ക് പോകണം, അല്ലെങ്കിൽ കമ്മിറ്റി മീറ്റിംഗ് ഉണ്ട്. ഇതിനായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഉണ്ടായിരുന്നത്. ഞാൻ RCMൽ വന്നപ്പോൾ ഇതൊരു ബിസിനസ് ആണെന്ന് തിരിച്ചറിഞ്ഞു. ഈ ബിസിനസ്സിൽ വിജയിക്കണമെന്ന് ഞാൻ മാക്സിമം എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചു. എൻ്റെ ടീം ചെയ്തുകൊണ്ട് ഞാൻ രക്ഷപ്പെടില്ല എന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഞാനായിട്ട് PV ക്രിയേറ്റ് ചെയ്യുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതാണ് എനിക്ക് അർജന്റായിട്ട്. മറ്റേ അമ്പല കമ്മിറ്റി, പള്ളി കമ്മിറ്റി, മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ മാറ്റി വെച്ചുകൊണ്ട് എൻ്റെ അർജൻസി എന്ന് പറഞ്ഞ കോളത്തില് PV ക്രിയേഷൻ, അത് ഇപ്പൊ ബില്ലടിക്കാൻ പറ്റുന്ന ഏത് ഇപ്പൊ ഞാൻ 2 സാധനങ്ങൾ, ചെറിയ സാധനങ്ങളാച്ചാലും 10 കിലോമീറ്റർ അപ്പുറം കൊണ്ടുപോയി ഞാൻ സമയം എടുത്ത് കൊണ്ടുപോയി. കാരണം എനിക്ക് PV കൂടണം എന്നുള്ളത് നിർബന്ധം. ഇനി നാളേക്ക് PV കൂടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? മീറ്റിങ്ങുകളും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് സമയം മാറ്റി വയ്ക്കും. മീറ്റിംഗ് പ്ലാൻ ചെയ്യാൻ, ആളുകളെ അവർക്ക് ക്ഷണിക്കാൻ. ഈ 2 കാര്യങ്ങളാണ് എൻ്റെ ലൈഫിൽ RCM എന്ന പ്രസ്ഥാനത്തിൽ അർജന്റും ഇമ്പോർട്ടന്റും. അപ്പോ ഈ അർജന്റ് കാര്യങ്ങൾ എന്ത് ചെയ്യണം? ഡു ഇറ്റ് നൗ. നമ്മള് ഇപ്പൊ ചെയ്യണം. ഇന്ന് നമ്മുടെ ടീമിൽ ഒരാൾ ജോയിൻ ചെയ്യാണ്ട് 2000 രൂപ പർച്ചേസ് ചെയ്യുക, ഒരു 5000 രൂപ പർച്ചേസ് ചെയ്യുന്ന പറഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളൂ അടുത്ത കാര്യം. ഒരാളെ ജോയിൻ ചെയ്യാണ്ടെങ്കിൽ നാളെ ആവട്ടെ മറ്റന്നാളാവട്ടെ എന്നുള്ള മാറ്റമില്ല. പിന്നെ ഇന്ന് ഒരു ഡിസ്പ്ലേ വാള് ഒരാൾക്ക് വേണം, അതിൽ 10,000 രൂപയുടെ ബില്ലടിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതിനാണ് എൻ്റെ പ്രാധാന്യം. മറ്റൊന്നും എനിക്ക് അവിടെ പിന്നീട് വിഷയമല്ല. അപ്പോൾ അർജൻസിയിൽ എൻ്റെ ടു ഡു ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ ഇന്ന് PV ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളിലേക്കാണ് ഞാൻ പ്രയോറിറ്റി കൊടുക്കുന്നത്. പിന്നെ അതിനെന്ത് ചെയ്യണം? നമുക്ക് ഡു ഇറ്റ് നൗ ഏറ്റവും ആദ്യം കൊടുക്കുക. പിന്നീടാണ് ആരെയും കാണാനോ ആരുടെയൊപ്പം പോകാനോ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ സമയം എടുക്കുന്നത് രണ്ടാമത്തെ ഓപ്ഷനായിട്ട് എടുക്കുന്നു. രണ്ടാമത്തെ ഓപ്ഷൻ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക? അതിനെ നമുക്ക് പിന്നീട് നീട്ടി വെക്കുക. അതായത് നാളേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്
ഷെഡ്യൂൾ ചെയ്യുക. അല്ലെ ഇപ്പോൾ ഈ ഇമ്പോർട്ടന്റ് കാര്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു ആദ്യത്തെ രാവിലെ തൊട്ടൊരു 10 മണി വരെ 11 മണി വരെ അത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ടുള്ള സമയം ഇതിനു വേണ്ടി ഷെഡ്യൂൾ ചെയ്യുക. എന്താ, നാളേക്ക് പ്രീവി ഉണ്ടാവും എന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ആദ്യം ഞാൻ ഈ ഒരു ബിസിനസ്സിൽ വരുമ്പോൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചിരുന്ന് വെറുതെ ഇങ്ങനെ വണ്ടി എടുക്കുക, ഓടുക, ഓരോരോ ആളുകളെ കാണുക. അപ്പൊ ചിലവർ പറയും രാവിലെ പോകുമ്പോഴാണ് ഞാൻ ഒറ്റപ്പാലത്തേക്ക് പോവാന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയത്. അപ്പൊ പകുതി വഴിക്ക് 2 കിലോമീറ്റർ പോകുമ്പോൾ ആരെങ്കിലും വിളിക്കും, സാർ എന്ന് നമുക്ക് ഈ വഴിക്കുന്നു. എന്നാൽ ശരി പോകാറുണ്ട്. ഞാൻ അങ്ങോട്ട് തിരിക്കും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇദ്ദേഹം വരുന്ന വിവരം ചിലപ്പോൾ അവിടെ പറഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. അദ്ദേഹം ചിലപ്പോൾ കാണാൻ പോയ ആള് അവിടെ സ്ഥലത്തുണ്ടാവില്ല. അവിടുന്ന് തിരിച്ചു വരും. അങ്ങനെ വട്ടം തിരിഞ്ഞ് വൈകുന്നേരം ആവും. ആർസിം ബിസിനസ്സിൽ ഏറ്റവും ആദ്യം ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെയാണ് ഇത്. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി എൻ്റെ ജീവിതത്തിൽ എനിക്ക് കൃത്യമായിട്ടുള്ള സമയം തന്നിട്ടുള്ളൂ. ഈ സമയം ഞാൻ വേണ്ട രീതിയിൽ യൂട്ടിലൈസ് ചെയ്താലാണ് ആർ സി എമ്മിന് ഉയർച്ചയിലേക്ക് കയറാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് എനിക്ക് ദിവസം രാവിലെ ഒരു വർക്ക് വേണം. ആർസിഎം ബിസിനസ്സിൽ വന്ന വീട്ടിലിരുന്നിരുന്ന് ഞാൻ ഒരു പേൾ അച്ചീവറൊക്കെ ആയപ്പോൾ മറ്റു പണികളൊന്നും അധികം എടുക്കാതെയായി. അപ്പോൾ വീട്ടിലാകുമ്പോൾ കൂടുതലും ടീമിൽ മീറ്റിംഗ് ആരടുത്ത് പറയുമ്പോഴും അവരൊന്നും മീറ്റിംഗ് സാറേ ഇന്ന് വേണ്ട, നമുക്ക് 2 ദിവസം കഴിഞ്ഞിട്ടാവുക. ഇങ്ങനെ പല പല മാറ്റങ്ങളൊന്നും മീറ്റിംഗ് ചിലപ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ ടീം മീറ്റിങ്ങിലൊക്കെ പോയി പങ്കെടുക്കും. അങ്ങനെ പങ്കെടുത്ത് വീട്ടിലാവും കൂടുതൽ സമയം. പിന്നെ ഇന്നിപ്പോൾ ആരെ കാണാൻ പോവുക, അല്ലെങ്കിൽ ആർസിഎം കടകളിലേക്ക് കൃത്യമായിട്ട് ഇതുണ്ടായിരുന്നു. അപ്പൊ ഒരു ഓഫീസ് വേണമെന്ന് ഞാൻ തീരുമാനിച്ചു. ഓഫീസ് വേണമെന്ന് എന്താ, രാവിലെ പോയി അവിടെ പോയി ഇരിക്കാലോ, എന്തെങ്കിലും ആൾക്കാരെ കാണണമെങ്കിൽ അങ്ങോട്ട് വരാൻ പറയാം. അപ്പോഴാണ് എനിക്ക് തോന്നി ഒരു ഓഫീസ് എടുക്കണം വെച്ചാൽ അതിനൊരു കട റൂം എടുക്കണം, വാടക കൊടുക്കുകയൊക്കെ വേണം. അപ്പോൾ വിചാരിച്ചു ഞാൻ ഒരു ഓഫീസ് റൂമായിട്ട് ആർസിബിന്റെ ഷോപ്പ് തുടങ്ങാന്ന് വെച്ചു. ഷോപ്പ് തുടങ്ങിയപ്പോൾ എന്തായി, ആൾക്കാർ സാധനം മേടിക്കാൻ അവിടെ വരും, അതുപോലെ തന്നെ എന്നെ കാണേണ്ട ആളുകൾ അവിടെ വരും. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ ആളുകൾ വരും. ഞാൻ സദാ ബിസിയായി. അപ്പൊ ഷോപ്പ് ആകുമ്പോൾ അവിടെ ഇരുന്നിട്ട് ഈ മാസം പർച്ചേസ് ചെയ്യാത്ത ആളുകളെ വിളിച്ചുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ കിട്ടുന്ന സമയങ്ങളൊക്കെ പോകും. അപ്പൊ രാവിലെ കൃത്യമായിട്ടുള്ള സമയത്ത് നേരിട്ട് എൻ്റെ ദൈനംദിന കാര്യങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്കുള്ള പണി എന്താ, എൻ്റെ PV ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളും ഇന്ന് PV ഉണ്ടാവുന്ന കാര്യങ്ങളും നാളെ PV ഉണ്ടാവും. ഇതെന്റെ അർജന്റും ഇമ്പോർട്ടൻ്റ്. അപ്പൊ നമ്മൾ ആർസിഎമ്മിൽ വിജയിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് ചെയ്യുന്ന കാര്യങ്ങൾ നോക്കുക. ഞാൻ ഇന്ന് എത്ര PV ഉണ്ടാക്കി, അത് വൈകുന്നേരം നമ്മൾ എഴുതണം. ഇന്നത്തെ ഞാൻ ക്രിയേറ്റ് ചെയ്ത, അല്ലെങ്കിൽ എൻ്റെ ടീമിൽ ക്രിയേറ്റ് ചെയ്ത PV, ഇന്നലെ ഞാൻ ടീമിൽ ക്രിയേറ്റ് ചെയ്ത PV, രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നോക്കുമ്പോൾ ഞാൻ നല്ല ലീഡേഴ്സ് ആയിട്ടിരിക്കുന്ന ആളുകളുടെ ഡിഫറൻസ് 216 PV വൈകുന്നേരത്ത്, അല്ലെ 115 PV. എന്നിട്ട് അവര് പറയും ഞാൻ എൻ്റെ ടീമിൽ ഗ്രോത്ത് ഇല്ല. എടോ, നിങ്ങൾ എന്ത് ചെയ്തു നോക്കൂ. ഒരു ദിവസം മെനക്കെട്ട് 1000 PV ഇങ്ങനെ ചെയ്തുകൂടെ? സ്വന്തം ടീമൊന്നും വേണ്ട. ഇത് ഒന്നും ചെയ്യാതെ ആർസിഎം എന്ന ബിസിനസ്സിൽ ഒരിക്കലും, ആർസിഎമ്മിലല്ല ജീവിതത്തിൽ സക്സസ് ആവാൻ പോകുന്നില്ല. അപ്പോൾ നമ്മൾ സ്വയം മെനക്കെട്ടാൽ പോലും ഒരു 1000 PV 2000 PV നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളത് ഇങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു ക്ലാസ് എനിക്ക് കിട്ടിയപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഉപകാരം എനിക്ക് അതിനുണ്ടായി. അപ്പൊ ഇത് ഈ ഗ്രോത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന, അല്ലെങ്കിൽ പുരോഗതിക്ക് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന ആളുകളായിട്ട് സംസാരിച്ചാൽ അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാവുമെന്ന് എനിക്ക് മനസ്സിലായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു ക്ലാസ് ഡോക്ടർ രായൻ സാർക്ക് ചോദിച്ചു മേടിച്ചത്. അപ്പോൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ അർജന്റ് കാറ്റഗറിയിലേക്ക് വരുന്നത് PV ഉണ്ടെങ്കിൽ മാത്രം. നമ്മൾ എല്ലാ ദിവസവും ഓടി ഒരുപാട് പൈസ ചെലവായി, ഒരുപാട് മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് കുറെ ആളുകളെ കണ്ടു. ഇതൊക്കെ നമ്മുടെ ആക്ടിവിറ്റീസിൽ പെട്ടെങ്കിലും കമ്പനി നോക്കുക നമ്മുടെ അക്കൗണ്ടിലും നമ്മുടെ ഗ്രൂപ്പിൽ എത്ര PV ജനറേറ്റ് ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ ഇതിൽ വിജയിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം, PV ജനറേഷനാണ് ഏറ്റവും ആദ്യം. അതിന് വേണ്ടിയിട്ടുള്ള നോക്കുക. അന്നന്നത്തെ PV വൈകുന്നേരം നമ്മൾ എഴുതി വെക്കണം. ഇന്നലത്തെ PV ഇന്നത്തെ PV തമ്മിലുള്ള ഡിഫറൻസ് നോക്കുമ്പോഴാണ് ഞാൻ എന്ത് ചെയ്തു ആർസിഎമ്മിൽ എന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. സ്വയം മറ്റുള്ളവരെ പഴിച്ചിട്ട് പിന്നീട് കാര്യമില്ല. നമ്മൾ അതിന് നോക്കാം. ഒറ്റയ്ക്ക് പണിയെടുത്താലും 1000 2000 PV നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇങ്ങനെ ടീമിൽ എല്ലാവരും കൂടി ചെയ്യുകയാണെന്ന് വെച്ചാലോ എത്രയോ വേഗം നമുക്ക് വലിയ വലിയ അച്ചീവ്മെന്റിലേക്ക് എത്താൻ പറ്റും. മൂന്നാമത്, നോട്ട് അർജന്റ്. പ്രീവി ഉണ്ടാക്കേണ്ട കാര്യത്തില് അർജന്റ്, എന്നാലോ ഇമ്പോർട്ടന്റ് ആണ്. ഇനി അതെന്തൊക്കെയാണ്, നമുക്ക് ട്രെയിനിങ് കൊടുക്കുക, മറ്റുള്ള ആളുകളെ വിളിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചൊക്കെ നമുക്ക് ഡെലിഗേറ്റ് ചെയ്യാം. നമ്മൾ നേരിട്ട് ചെയ്തില്ലെങ്കിലും നമുക്ക് മറ്റുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ടീമിലെ മെമ്പേഴ്സിന്റെ കാര്യങ്ങൾ പഠിപ്പിച്ച് അത്
ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റും. ഈ 3 കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയി. പിന്നെ നോട്ട് അർജന്റ്, നോട്ട് ഇമ്പോർട്ടൻ്റ്. നമുക്ക് ഫേസ്ബുക്കിൽ നോക്കിയിട്ട് സ്ക്രോൾ ചെയ്തിരിക്കല് അർജന്റ് അല്ല, ഇമ്പോർട്ടൻ്റ് അല്ല. വെറുതെ ആളുകളുടെ അടുത്ത് പോയിട്ട് സൊറ പറഞ്ഞിരിക്കല് അർജന്റും അല്ല, ഇമ്പോർട്ടൻ്റ് അല്ല. ഒരു കല്യാണത്തിന് നമ്മൾ പോയില്ലെങ്കിൽ അവിടെ കല്യാണം നടക്കും, അത് നമ്മുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് അല്ല. കാതുകുത്തിന് പോയില്ലെങ്കിൽ, അങ്ങനെയുള്ള എന്ത് കാര്യങ്ങൾക്ക് പബ്ലിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് പോയില്ലെങ്കിൽ, അമ്പലക്കമ്മിയുടെ മീറ്റിംഗ് ഞാൻ പോയില്ലെങ്കിൽ അവിടെ പൂരോ വേല സുഗമമായിട്ട് നടക്കും, ഒരു പ്രശ്നമില്ല. പാർസ്യമിൽ വന്ന് സജീവമായപ്പോൾ ഞാൻ അമ്പലത്തിലൊന്നും കമ്മിറ്റിയിലില്ല, അവിടുത്തെ പൂരം മാറ്റി വെച്ചിട്ടില്ല. നേരെ മറിച്ച് എൻ്റെ വീട്ടിലേക്ക് വരുമാനം കിട്ടിയില്ലെങ്കിലോ, എൻ്റെ വീട് പട്ടിണിയാവും, ഞാൻ കഷ്ടത്തിലാവും, അല്ലെ? അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടന്റ് കൊടുക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ലൈഫിൽ വിജയിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഇമ്പോർട്ടന്റ് അല്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക, നമുക്ക് അങ്ങനത്തെ കാര്യങ്ങൾ ഡ്രോപ്പ് ഇറ്റ്, ഒഴിവാക്കുക. അതുകൊണ്ടാണ് കഴിഞ്ഞ മാസം നമുക്ക് നമ്മുടെ സുരേന്ദ്ര പഠിച്ച് ഇവിടെ എറണാകുളത്ത് പ്രോഗ്രാമിന് വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം RCMൽ വന്നപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞതിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ നോക്കാതിരിക്കുക, അല്ലെങ്കിൽ അതിനെ ഒഴിവാക്കുക, അല്ലെങ്കിൽ അതിനെ ഡിലീറ്റ് ചെയ്യുക. കാരണം അതുകൊണ്ട് വിജയിച്ച ആളുകൾ വളരെ കുറവാണ്. RCM ബിസിനസ്സിൽ അതല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വിജയം വേണമെച്ചാൽ നമുക്ക് PV ക്രിയേറ്റ് ചെയ്യണം, നാളെ PV ക്രിയേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളും ചെയ്യണം. പിന്നെ നമ്മുടെ ടീമിന്റെ ഗ്രോത്തിന് വേണ്ടി പല കാര്യങ്ങളും ചെയ്യണ്ടേ. അപ്പൊ ഞാൻ RCMൽ വിജയിച്ച ലീഡേഴ്സിനെ കൂടുതൽ പഠിക്കുമ്പോൾ അവർ RCMൽ എന്ന് കൂടുതൽ ഇമ്പോർട്ടന്റ് കൊടുത്തു, അല്ലെങ്കിൽ RCMൽ കൂടുതൽ ഏറ്റെടുത്തു, അന്ന് മുതൽ അവർ പബ്ലിക് ആയിട്ടുള്ള ജനങ്ങളുടെ ഇടയിലേക്ക് മറ്റു കാര്യങ്ങളിലേക്ക് വേണ്ടി ഇറങ്ങുന്നതിനൊക്കെ നിർത്തി വെച്ചുകൊണ്ട് അവർ മുഴുവൻ സമയം ഈ PV ക്രിയേറ്റ് ചെയ്യണം, ഇന്നേക്ക് PV ക്രിയേറ്റ് ചെയ്യാൻ, നാളേക്ക് PV ക്രിയേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾക്ക് ഇമ്പോർട്ടന്റ് കൊടുത്തു. അതാണ് അവർക്ക് കാണുന്ന ഗ്രോത്ത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കിട്ടിയ സമയത്തിന് നമുക്ക് ഷെഡ്യൂൾ ചെയ്യാം. ഈ ഒരു 4 തരത്തില് നമ്മുടെ സമയത്തിന് നമുക്ക് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. ഇനി ഒന്നാമത്തെ കാര്യം അലോക്കേറ്റ് ചെയ്തു നമുക്ക്. രണ്ടാമത്തായിട്ട് നമുക്ക് 2 ടൈപ്പില് ഉള്ള ടൈം നമ്മുടെ ലൈഫിൽ നമുക്കുണ്ട്. ഒന്ന്, നമുക്ക് മെയിൻറ്റെയിൻ ടൈം. നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ടൈമുകൾ എന്തൊക്കെ? നമുക്ക് ഭക്ഷണം കഴിക്കുക. നമുക്ക് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നമുക്ക് ജീവിക്കാം, നമ്മുടെ ജീവൻ നിലനിർത്താൻ പറ്റില്ല. വ്യായാമം ചെയ്യാം, അതേപോലെ കുളിക്കുക, നമ്മുടെ ഫാമിലിയുടെ ഒപ്പം കുറച്ച് നേരം ഇരിക്കുക. ഇങ്ങനെ നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട ടൈമിനെ നമുക്ക് മെയിൻറ്റെയിൻ ടൈം എന്ന് പറയുന്നു. രണ്ടാമത്തെ ടൈമാണ് ഗ്രോത്ത് ടൈം. മിക്ക ഇതിലും 12 മണിക്കൂറോളം നമുക്ക് മെയിൻറ്റെയിൻ ടൈം കിട്ടും, 12 മണിക്കൂർ ഗ്രോത്ത് ടൈം കിട്ടും. നമുക്ക് ഉറങ്ങുക, നമ്മുടേതായ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നമുക്ക് 12 മണിക്കൂർ. നമുക്ക് ഈ 12 മണിക്കൂറിലെ ഈ ഗ്രോത്ത് ടൈമിലാണ് നമുക്ക് 4ആയിട്ട് അലോക്കേറ്റ് ചെയ്ത് അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഈ മെയിൻറ്റെയിൻ ചെയ്യുന്ന ടൈമിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ തന്നെ വേണം. ഇനി കൂടുതൽ ഗ്രോത്തിലേക്ക് പോകുന്ന ആളുകളൊക്കെ, കൂടുതൽ ഗ്രോത്തിലേക്ക് പോയ ആളുകളൊക്കെ ഈ 12 മണിക്കൂറിൽ ചിലർക്ക് 14 മണിക്കൂർ, ചിലർ 16 മണിക്കൂർ, ചിലർ 18 മണിക്കൂറൊക്കെയാണ് പ്രവർത്തിക്കുന്നവരെ ജീവിതത്തിൽ സക്സസ് ആവാൻ, സമൂഹ നന്മയ്ക്കും വേണ്ടിയിട്ട് ആണ്. നമ്മുടെ പ്രധാനമന്ത്രിയുടെ കാര്യങ്ങൾ നോക്കുമ്പോൾ അദ്ദേഹം ഉറങ്ങുന്ന സമയമൊക്കെ വളരെ കുറച്ചാണെന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ സമയം അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന് വേണ്ടി മാറ്റി വയ്ക്കുന്നു. അതുകൊണ്ടോ എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ട് അദ്ദേഹത്തിന് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. നമ്മുടെ ലീഡേഴ്സ്, നമ്മുടെ മൂർത്തി സാറിന് മുമ്പേ RCMലേക്ക് വരുന്ന സമയത്ത് എനിക്ക് അറിയുമ്പോൾ, ഇപ്പോഴും അദ്ദേഹത്തിന് പറയുമ്പോൾ പല കാര്യങ്ങളും രാത്രി 1 മണിക്ക് അദ്ദേഹത്തിന് മെസ്സേജ് ഇട്ടാലും 1:15 റിപ്ലൈ കിട്ടുന്നു. അദ്ദേഹം രാത്രിയിൽ, അതായത് അദ്ദേഹം ഈ ഗ്രോത്ത് ടൈമിന് ഉപയോഗിക്കുന്ന 18 മണിക്കൂർ വരെയൊക്കെയാണ്. ബാക്കിയുള്ള വളരെ കുറച്ച് സമയമാണ്. അതുപോലെ ഡോക്ടർ രാജൻ സാറ് 11-11:30 ഞാനൊക്കെ മിക്കവാറും ചില ദിവസമൊക്കെ വിളിക്കുക. അപ്പൊ ചിലപ്പോൾ വീട്ടിൽ വന്നിട്ടുണ്ടാവും. രാവിലെ 4 മണി കഴിഞ്ഞാൽ അദ്ദേഹം വീണ്ടും ആക്റ്റീവാണ്. അദ്ദേഹത്തിന്റെ ഗ്രോത്ത് ടൈമിന് ഉപയോഗിക്കുന്നതും
ഇത്രയും കൂടുതൽ മണിക്കൂറാണ്. അപ്പൊ നമുക്ക് ആലോചിക്കാം നമ്മൾ എത്ര ടൈം നമ്മളെ ഗ്രോത്തിന് വേണ്ടി നടക്കുന്നു. കൂടുതൽ ആളുകൾ 12 മുതൽ 18 മണിക്കൂർ ഇവിടെയാണ് ചെലവാക്കുന്നത്. ഇവരും ജീവിതത്തിൽ എത്രത്തോളം വിജയം വരുമെന്ന് എനിക്കറിയില്ല. ഞാനും ഇതിൽ പെട്ട ആളെന്നെ ഉണ്ടായിരുന്നു. 12 18 മണിക്കൂർ മെയിൻറ്റെയിൻ, അല്ലെങ്കിൽ നമ്മളെ മെയിൻറ്റെയിൻ ടൈം, കുളിക്കലും പല്ല് തേക്കലും വ്യായാമം ഒന്നും പരിപാടി ഇല്ല. എപ്പോഴേലൊക്കെ ഒരു പോക്കിനും ചെയ്യും, കുറച്ച് ദിവസം കഴിഞ്ഞാൽ നിൽക്കും. ഗ്രോത്തിന് പോകാൻ പറ്റില്ല. അപ്പൊ ജീവിതത്തിൽ എവിടെ ഗ്രോത്ത് വരാത്ത എന്തുകൊണ്ട് എനിക്ക് ഉയരാൻ പറ്റാത്തതിനെ കുറിച്ച് ചിന്തിച്ച് അപ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് നമുക്ക് ബന്ധപ്പെടാൻ പറ്റുന്ന, അങ്ങനത്തെ കാര്യങ്ങളായിട്ട് അടുപ്പിച്ച് പോകുമ്പോഴാണ് നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതലുള്ള അറിവ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് ഈ ഗ്രോത്ത് ടൈം നമ്മൾ കൂടുതൽ യൂസ് ചെയ്യേണ്ടത് ഒരു 80-20 പ്രിൻസിപ്പിൾ ആണ്. 80-20 പ്രിൻസിപ്പിൾ എല്ലാ കാര്യത്തിലും ഉണ്ട്. എക്സാമ്പിളിന് നമുക്ക് 100 പേര് RC ബിസിനസ്സിൽ വന്നു വിചാരിക്കാം. 100 പേര് വന്നെങ്കിൽ അതിലത്തെ 20 പേരാണ് ആക്റ്റീവ് ആവുള്ളൂ, 80 പേരും ഇനാക്റ്റീവ് ആവും. ആ 20 പേരിലെ അടങ്ങുന്ന ഒരു 100 പേര് വന്ന അതിലാണ് 1-2 പേര് ലീഡർമാരാവുള്ളൂ. എന്താണ് ഇതിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടീമിൽ വരുന്ന ടോട്ടൽ ബിസിനസ് വരുന്ന ടീമിലുള്ള 20% പ്രവർത്തന ഫലമായിട്ടാണ്. അപ്പൊ 20% പ്രവർത്തനം 80% റിസൾട്ട് നമുക്ക് തരും. ഇവിടെയാണ് നമ്മൾ പിടിക്കേണ്ടത്. നമ്മൾ ജീവിതത്തിൽ ബിസിനസ്സിൽ ഗ്രോത്ത് ആവാൻ വേണ്ടി 20% നമ്മൾ ഉപയോഗപ്പെടുത്തുമ്പോൾ 80% റിസൾട്ട് നമുക്ക് കിട്ടും. അങ്ങനത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതാണ് നമുക്ക് ടീമിലെ കാര്യങ്ങൾ പഠിപ്പിക്കാനായിട്ടും ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് 80% റിസൾട്ട് നമുക്ക് കിട്ടും. അപ്പൊ രണ്ടായിട്ട് നമ്മുടെ ടൈമിനെ തിരിക്കണം. ഒന്ന് മെയിൻറ്റെയിൻ ടൈമും, രണ്ട് ഗ്രോത്ത്. ഈ ഗ്രോത്ത് ടൈമിൽ ഏറ്റവും കൂടുതൽ ടൈം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വിജയം ഉണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമ്മുടെ RCM ലീഡേഴ്സിനെ മാത്രം മാതൃകയായിട്ട് എടുത്താൽ മതി. അവര് വിജയിച്ച ആളാണോ, അവരെവിടെയാണ് സമയം സ്പെൻഡ് ചെയ്യുന്നത് നോക്കിയാൽ. നമ്മുടെ സമയം എവിടെ സ്പെൻഡ് ചെയ്യുന്നു? നമുക്ക് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും അതുപോലെ തന്നെ മറ്റുള്ള സമയം കളയുന്ന കാര്യങ്ങളിലായിരിക്കും കൂടുതൽ നമ്മുടെ സമയം ഇൻവെസ്റ്റ് ചെയ്യുന്ന. അതിന്റെ ഫലമായിട്ട് നമുക്ക് വിജയമില്ല പറഞ്ഞിട്ട് ആരേനെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് നമുക്ക് ഈ കാര്യങ്ങൾ അറിയാത്തോണ്ടാണ്, പഠിക്കാത്തോണ്ടാണ്. ഇന്ന് മുതൽ ഇത് അറിഞ്ഞ ആളുകൾ എല്ലാവരും എന്ത് വേണം, ജീവിതത്തിൽ ഈ തരത്തിൽ നമ്മുടെ ടൈമിനെ ഷെഡ്യൂൾ ചെയ്യുക 2 തരത്തിലായിട്ട്. അപ്പൊ നമുക്ക് ഗ്രോത്ത് വേണമെങ്കിൽ എന്ത് വേണം, നമുക്ക് ഗ്രോത്ത് ടൈമിൽ നമുക്ക് സമയം ഇൻവെസ്റ്റ് ചെയ്യാൻ പഠിക്കണം. മൂന്നാമതായിട്ട് നമുക്ക് വേണ്ടത്, മൂന്നാമത്തെ കാര്യം, ഈറ്റ് ഫ്രോഗ് ഫസ്റ്റ് എന്ന് വെച്ചാ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ അത് പിന്നെ ചെയ്യുക അല്ലെങ്കിൽ നാളെ ചെയ്യുക നീട്ടി വെക്കും. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യാൻ നമുക്ക് എന്തോ ബുദ്ധിമുട്ടുണ്ട്. ആ ഒരു പ്രവൃത്തി ചെയ്യാൻ നമുക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഒന്നുകിൽ നമുക്ക് അതിനെക്കുറിച്ച് അറിവില്ലാണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് അത് എന്താ അറിയില്ല, ഒരു ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പൊ നമുക്കൊരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ എന്തോ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ട് കണ്ട കാര്യങ്ങൾ എന്ത് ചെയ്യുക, രാവിലെ നീട്ട വഴി ആദ്യം അതാണ് ചെയ്യുക. ഏറ്റവും ആദ്യം ആ കാര്യം ചെയ്യുക. എക്സാമ്പിൾ, നമുക്ക് ഏറ്റവും കൂടുതൽ ഈ ബിസിനസ്സിൽ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഫോളോ അപ്പ് എന്ന് പറഞ്ഞാൽ. നമ്മൾ മീറ്റിംഗ് അടിപൊളിയായിട്ട് നടത്തും, മീറ്റിങ്ങിൽ ആളുകളെ കൂടുതൽ വിളിച്ച് കൊണ്ടിരുത്തും. പക്ഷെ പിറ്റേ ദിവസം അവരെ കാണാൻ പോകുമ്പോൾ എന്താണെന്ന് അറിയില്ല, ഒരു ജാള്യത, എന്തോ ഒരു കുറവ് നമുക്ക് ഉള്ളത്. എനിക്കുണ്ടായിരുന്ന കാര്യമാണ് കേട്ടോ. ഇനി നിങ്ങൾക്കൊക്കെ എങ്ങനെയെന്ന് എനിക്കറിയില്ല. എനിക്കുണ്ടായിരുന്ന കാര്യമാണ്. പിറ്റത്തെ ദിവസം ഇന്നലെ മീറ്റിങ്ങിനൊക്കെ വിളിച്ചു തുടർന്നു, ഇനി നാളെ അവരിങ്ങോട്ട് മീറ്റിംഗൊക്കെ കേട്ട് പോയതിൽ അവരിങ്ങോട്ട് വിളിക്കട്ടെ എന്നൊക്കെ വിചാരിച്ചിരിക്കും. പിന്നീട് ഞാൻ ഈ ഒരു കാര്യം പഠിച്ചപ്പോഴാണ് എനിക്ക് വിഷമം ഏറ്റവും കൂടുതൽ ഈ ഫോളോ അപ്പിനായിരുന്നു. ഞാൻ ചിലപ്പോൾ ആളുകൾക്ക് ന്യൂട്രിചാർജ് മെന്നും അതേപോലെ തന്നെ S5 അല്ലെങ്കിൽ വെജൊമേക്ക് ഇങ്ങനെയൊക്കെ കൊടുക്കും. നമ്മുടെ ഡോക്ടർ ആയൻ സാറ് അതേപോലെ കനകമ്മ മാഡത്തിന്റെ ഒക്കെ ക്ലാസ്സൊക്കെ കേട്ട് നമ്മൾ കൊടുക്കും. കൊടുത്ത് 2 ദിവസം കഴിഞ്ഞാൽ 3 ദിവസം കഴിഞ്ഞാൽ ഒന്ന് അവർ ഫോളോ അപ്പ് ചെയ്യണം. ഞാൻ വിളിക്കല് പതിവില്ല. എന്താ വിളിച്ച അവരെന്തെങ്കിലും ഇങ്ങോട്ട് പറഞ്ഞാലോ, വിളിച്ചു കഴിഞ്ഞാൽ അതിനെ കുറിച്ചിട്ട് ഈ എന്ത് സാധനം തന്ന് ഇത് പറഞ്ഞാലോ നമുക്ക് പേടിയാ.
അവർ മീറ്റിങ്ങിന് വന്നു, മീറ്റിംഗ് ഒക്കെ ഇങ്ങനെ അടിപൊളി. ഇനി നമ്മുടെ സിസ്റ്റത്തിലേക്ക് വരാൻ പറഞ്ഞാൽ നോ പറഞ്ഞാലോ നമുക്ക് പേടിയാ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്തു, ഇത് പേടിയാവാൻ തുടങ്ങി. പക്ഷെ ഫോളോ അപ്പിന് ഇറങ്ങിയപ്പോഴാണ്, ഇന്നലെ മീറ്റിംഗ് കേട്ടു, ഇന്ന് വീട്ടിൽ പോയിട്ട് ആളുകൾ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഇരിക്കുമ്പോൾ അവര് മനസ്സിൽ പല സംശയങ്ങൾ ഇങ്ങനെ കയറി കയറി വരിക. അല്ല, ഇന്നലെ പറഞ്ഞായിരുന്നു ഇപ്പൊ ന്യൂട്രിചാർജ് മെന്നിനെ കുറിച്ചിട്ട് കുറെ വൈറ്റമിൻസും മിനറൽസും ഒക്കെ ധാരാളം ആയി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ പല പ്രശ്നം ഉണ്ടാവില്ലേ. ഞാൻ കൂടുതൽ ഇലക്കറിയും പഴങ്ങളും ഒക്കെ കഴിക്കുന്നുണ്ട്, അധികം വന്ന് ഞാൻ എന്ത് ചെയ്യും? അപ്പൊ ആ കൺഫ്യൂഷനിൽ അവിടെ ഇരിക്കുകയാണ്. അപ്പൊ അപ്പോഴാണ് ഒരു യൂട്യൂബ് ചാനൽ ഏതെങ്കിലും ഒന്ന് നോക്കിയാ, അപ്പൊ അതിൽ പറയണ്ടാവും ഇതൊക്കെ കഴിക്കുമ്പോൾ ഇന്നത്തെ കാലത്ത് ഫുഡ് സപ്ലിമെന്റ് പറഞ്ഞിട്ടൊരു വിഭാഗം ഇറങ്ങി നടക്കുന്നുണ്ട്, ഇതൊക്കെ കഴിച്ച ആളുകളുടെ കിഡ്നി പോകുന്നൊക്കെ ചിലപ്പോ എവിടെയെങ്കിലും ആരെങ്കിലും പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. ഇവർ അതുമ്മിൽ പിടിച്ചിരിക്കുകയാവും. നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ ആ ഡൗട്ട് ഒന്ന് തീർത്തു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നമ്മുടെ കൂടെ വരാൻ തയ്യാറാണ്. ആളുകള് നമുക്ക് ഒപ്പം വരാൻ തയ്യാറാണ്. നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് ഇത് മനസ്സിലാക്കിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എനിക്ക് വിഷമമുള്ള കാര്യങ്ങൾ രാവിലെ ആദ്യം നീട്ടും അതാണ് ചെയ്യും. എന്തെങ്കിലും അതാണ് കഴിഞ്ഞു കിട്ടില്ല, അല്ലെങ്കിൽ എന്താ ഇതിങ്ങനെ നീണ്ടു നീണ്ടു. അതേപോലെ നമ്മുടെ ടീമിൽ ഒരു പ്രശ്നം ഉണ്ടാവുകയാണ്, നമുക്ക് അവരുടെ സംസാരിക്കണം. എന്തപ്പോ സംസാരിച്ചപ്പോ അവൻ നമ്മളൊപ്പം ഒന്ന് പോവുക ചെയ്യുക, എന്തെങ്കിലും തിരിച്ചു പറയുമെന്നൊക്കെ ഉള്ളത്. പറഞ്ഞാ പറയട്ടെ, പോയേ പോട്ടെ, ആദ്യം ഞാൻ അതാണ് പറയും. ഇപ്പൊ ഞാൻ എഴുതി വെക്കുമ്പോ എന്താ ചെയ്യുക, രാവിലേക്ക് വിഷമമുള്ള ഏറ്റവും കാര്യങ്ങൾ ഞാൻ ഫസ്റ്റ് ചെയ്യും. അതുകൊണ്ട് എന്താ, എന്ത് കാര്യം പറയാൻ വെച്ചാലും ചെയ്യണം വെച്ചാൽ ഇപ്പൊ മടിയില്ലാതെ അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തി കഴിഞ്ഞാൽ നമുക്ക് ആ മടി വിട്ടുപോകും. നമുക്കത് ചെയ്യാൻ, നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ നമുക്ക് എപ്പോഴാണ് ചെയ്യാനും ഭയങ്കര താല്പര്യം. പക്ഷെ ഈ കാര്യങ്ങൾ, ചില കാര്യങ്ങൾ നമുക്ക് വിഷമമുണ്ട്, ഒന്നുകിൽ അതിനെ കുറച്ച് കൂടുതൽ നമ്മൾ ചെയ്യുമ്പോൾ പഠിച്ചോളൂ, ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്യുക എന്നുള്ളത് വലിയ ഘടകമാണ്. അപ്പൊ ആ വിഷമുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാം, ഏറ്റവും ഫസ്റ്റ് നമുക്ക് ചെയ്യാം. നാലാമത്തായിട്ട് എന്താ, പ്രൈം ടൈം. എപ്പോഴാ പ്രൈം ടൈം? ചില ആളുകൾ ആർ സി എമ്മിൽ വരാൻ പറയുമ്പോൾ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാൻ പറയുമ്പോൾ പലതും പറയുമ്പോൾ ഇപ്പൊ സമയമായിട്ടില്ല, ഒന്നും കൂടി ഞാനൊക്കെ ഇപ്പൊ ചോദിക്കുന്നത് എന്താ വെച്ചാൽ, ഈ ഒരു കണിയാനെ വിളിച്ചിട്ട് നമുക്കൊന്ന് രാശി വെക്കേണ്ടി വരും, മെന്ന് കഴിക്കേണ്ടത് ഇപ്പൊ ശരിയാവും, അല്ലെങ്കിൽ ബിസിനസ് ചെയ്തപ്പോ എന്താവും എന്നൊക്കെ. നമ്മൾ പൈസ ഇറക്കിയിട്ട് കാശ് ചെയ്യുന്ന ബിസിനസ് കാണിച്ച് നമുക്ക് ചിലപ്പോൾ അതൊക്കെ വേണ്ടി പൈസ പോയി. ഇവിടെ എന്ത് പോവാനാ നമുക്ക്, ഒന്നും പോവാല്ലേ. നമുക്ക് നമ്മുടെ എല്ലാ സമയവും നമുക്ക് എന്താണ്, നല്ല സമയം. എന്നാലും ആർ സി എം ബിസിനസ്സിൽ വരുമ്പോൾ നമുക്കൊരു പ്രൈം ടൈം ഉണ്ട്. നമ്മുടെ ഗിരീഷ് സാർ പഠിപ്പിച്ച ഒരു കാര്യമാണ്, ആർ സി എമ്മിനെ സംബന്ധിച്ചത് പ്രൈം ടൈം പറയുന്നത് വൈകുന്നേരം ഒരു 6 മണി മുതൽ വൈകുന്നേരം 9 മണി വരെ. ടി വി ചാനലുകാർക്കൊക്കെ അതാണ് പ്രൈം ടൈം. അന്തിച്ചർച്ചകളും അല്ലെങ്കിൽ സീരിയലൊക്കെ കൂടുതലായിട്ട് എല്ലാവരും വീട്ടിലുണ്ടാവുന്ന ഒരു സമയമാണ് ആർ സി എമ്മിനെ സംബന്ധിച്ച പ്രൈം ടൈം. ആ ടൈമിൽ നമ്മൾ ബിസിനസ്സിന് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് സക്സസ് ആണ്. പക്ഷെ ഞാൻ പറയുന്ന ഒരു പ്രൈം ടൈം എന്താ വെച്ചാൽ, നമുക്ക് ഏറ്റവും കൂടുതൽ എനർജിയും ഏറ്റവും കൂടുതൽ നമുക്ക് കരുത്തൊക്കെ ഉള്ള ഒരു സമയം നമുക്ക് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എണീറ്റ വഴിയാണ്. ആ സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസത്തെ ചെയ്യേണ്ട കാര്യം, രാവിലെ മുതൽ വൈകുന്നേരം വരെ പ്രവർത്തിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, വളരെ കുറഞ്ഞ സമയം കൊണ്ട് ചെയ്താൽ നമുക്ക് എത്താൻ പറ്റും. കാരണം അപ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ എനർജിയും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഊർജ്ജസ്വലതയൊക്കെ ഉള്ള ഒരു സമയമാണ്. അപ്പൊ ആ സമയം നമ്മൾ ഇതിന് നമുക്ക് ബിസിനസ്സിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സക്സസ് ആവാൻ പറ്റും. കുറെ സക്സസ് ആയ ആളുകളുടെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവരൊക്കെ രാവിലെ 4 മണിക്കും 5 മണിക്കും ഒക്കെ എഴുന്നേൽക്കുന്ന, പുലർച്ചെ നേരത്തെ. സക്സസ് ആവാത്ത ആളുകൾ 90% 7 മണിക്ക് നീക്കുന്നവരാ. അപ്പൊ ഇവര് 4 മണിക്ക് 5 മണിക്ക് നീട്ടിട്ട് എന്താ ചെയ്യേണ്ടത്, തലേ ദിവസം ചെയ്യാൻ പെൻഡിങ് ഉള്ള കാര്യങ്ങളും ഇന്നേക്ക് ചെയ്യാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് കൂടുതൽ സമയം ആ ഒരു 6 മണി 7 മണിയാകുമ്പോഴേക്കും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടിരിക്കും. ഇത് മനസ്സിലാക്കിയപ്പോൾ ഞാൻ എന്ത് ചെയ്താൻ തുടങ്ങി, രാവിലെ നേരത്തെ കാര്യങ്ങൾ നയിക്കാൻ തുടങ്ങി. രാവിലെ കൂടുതൽ കാര്യങ്ങൾ രാവിലെ 6:30 മണിയാകുമ്പോൾ നമുക്ക് നാളേക്ക് വേണ്ടിയിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ മീറ്റിങ്ങിന് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. 7:30 മണിയാകുമ്പോൾ ലീഡേഴ്സ് മീറ്റിംഗ്. രാവിലെ ഒരു 9 മണി വരെ പഠനം തന്നെ, പല കാര്യങ്ങളെ കുറിച്ചിട്ട് നമുക്ക് അറിവ് കിട്ടുന്നുണ്ട്. പക്ഷെ ഇത് അപ്ലിക്കേഷൻ ചെയ്യുമ്പോഴാണ് നമുക്ക് അതിലൂടെ റിസൾട്ട് കിട്ടും. എന്താ വെച്ചാൽ ഒരു പായസം ഉണ്ടാക്കാൻ നമ്മൾ പഠിച്ചു എന്ന് വിചാരിക്കുക, പായസത്തില് നമുക്ക് എന്ത് വേണം, പാല് വേണം, പാലട വെക്കുക, പാല് വേണം, അട വേണം,
പഞ്ചസാര ഉണ്ട്, ഇത്ര ഇത്ര അളവിൽ ഇടണം, ഇന്ന സമയത്ത് അളവ് ഇടുക എന്നൊക്കെയുള്ള റിസ്ക് അറിവ് നമുക്ക് കിട്ടിയാലും പായസം നമ്മൾ എന്ന് വെക്കുന്നുവോ അന്നാണ് നമുക്ക് പായസം കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഈ അറിവ് കൊണ്ട് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നുമില്ല. ഇതേപോലെയാണ് നമ്മൾ RCM എന്ന ബിസിനസ്സിൽ വരുമ്പോഴും നമ്മൾ കിട്ടുന്ന അറിവ് യൂട്ടിലൈസ് ചെയ്യുക, ഉപയോഗപ്പെടുത്തിയാൽ മാത്രമേ ജീവിതത്തിൽ വിജയത്തിലേക്ക് എത്താൻ പറ്റില്ല. അല്ലെങ്കിൽ വിജയം നമ്മുടെ സ്വപ്നമാവും. RCMൽ വരുന്ന മുമ്പുള്ള അതേ സ്വപ്നമാവും RCMൽ കുറെ കാലം കഴിയാത്തത്. പിന്നീട് ചോദിക്കും RCM പിന്നീട് ആരെങ്കിലും പറയാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ആളുകൾ ചോദിക്കും നമ്മുടെ അടുത്ത് എന്താടോ നന്നാവാത്തതെന്നൊക്കെ, അല്ലേ? അപ്പൊ ഇന്ന് മുതൽ നമ്മൾ പ്രൈം ടൈം അല്ലെങ്കിൽ നല്ല സമയം വരുന്നത് നോക്കി നിൽക്കണ്ട. നമുക്ക് എനർജിയും ഊർജ്ജമുള്ള സമയത്ത് നമുക്ക് ഈ ബിസിനസ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ ഊന്നൽ നൽകുക, കൂടുതൽ പ്രയോജനപ്പെടുത്തുക, കൂടുതൽ വേഗം അത് ചെയ്യുക. അപ്പൊ അത് ചെയ്ത ആളുകളാണ് കൂടുതൽ ഇതില് വിജയിച്ച് കാണുന്നത്. അഞ്ചാമത്തെ കാര്യം പറഞ്ഞ പെർഫെക്റ്റ് ടൈം. അതായത് നമുക്ക് എന്ത് കാര്യത്തിനും കൂടുതൽ പെർഫെക്ഷൻ ആവട്ടെ, ഞാനത് മുഴുവനായിട്ട് പഠിച്ചിട്ട് ആവട്ടെ ആ ഒരു കാര്യം ചെയ്യുക എന്ന് നമ്മൾ തീരുമാനിക്കുന്നു, അത് അവന്റെ അധോഗതിയാണ്. ഒരിക്കലും അങ്ങനത്തെ ഒരു ടൈം ഇല്ല. പെർഫെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പെർഫെക്ഷനിസ്റ്റ് പറഞ്ഞിട്ട് ഒരാളില്ല. 100% പെർഫെക്റ്റ് ആയിട്ട് ഒരാളും ഇല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം RCM ബിസിനസ്സിൽ വരുന്ന സമയത്ത് ഒരാൾക്ക് സംസാരിക്കാനോ എന്തെങ്കിലും കാര്യങ്ങൾ പറയാനോ എനിക്ക് ഒന്നും അറിഞ്ഞില്ല. പക്ഷെ ഡോക്ടർ രാജൻ സാറ് എവിടെ പോയിരുന്നാലും എന്നെ കണ്ടുപിടിക്കും. മീറ്റിങ്ങിൽ ഇരിക്കുമ്പോൾ എവിടെയെങ്കിലും ബാക്കിലോ അരികിലോ മുക്കിലോ ഒക്കെ ഇരിക്കുക, സാറ് ജയരാജ് വരൂ എന്തേലും പറയുമോ. അപ്പൊ ആദ്യമൊക്കെ പേടിച്ചിട്ട് വന്ന് എന്തെങ്കിലുമൊക്കെ പറയാൻ തുടങ്ങി. പിന്നീട് എന്തായി, പിന്നെ ഇപ്പോ ഒളിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി. പിന്നെ എന്തായി, നൂർന്നിരിക്കാൻ തുടങ്ങി അവിടെ. അപ്പൊ രാജൻ സാർ എന്തായാലും വിളിച്ച് എന്തെങ്കിലും പറയണല്ലോ വിചാരിച്ച് എന്തെങ്കിലും പഠിക്കാൻ തുടങ്ങി. ചെന്നിട്ട് അറിയുന്നത് പറയാൻ തുടങ്ങി. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എവിടെ ആരെടുത്ത് എപ്പോ എങ്ങനെ എന്ത് പറയാനും ഒരു പ്രശ്നമില്ല. പെർഫെക്ഷൻ ആയതുകൊണ്ടല്ല, ഇനി പെർഫെക്ഷൻ കൂടുതൽ പെർഫെക്ഷൻ ആക്കിക്കൊണ്ട് വരുന്നു. ഞാൻ കൂടുതൽ പെർഫെക്ഷൻ ആക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എല്ലാ കാര്യത്തിലും പെർഫെക്റ്റ് ആവാൻ പറ്റും. അപ്പൊ ഇനി മുതൽ നമ്മുടെ ലീഡേഴ്സൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ഹോം മീറ്റിംഗ് ലീഡർ എടുക്കാൻ പറയുമ്പോൾ 2 വാക്കുകൾ ആൾക്ക് സംസാരിക്കാൻ പറയുമ്പോൾ എനിക്ക് അറിയില്ല, ഞാൻ പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ നാളെ എവിടെ അപ്പൊ ചെയ്യേ. കാരണം ആരാണ് കൂടുതൽ പെർഫെക്റ്റ് ആയ ആളുകൾ? ഇപ്പൊ നമുക്ക് നോക്കൂ, ആപ്പിൾ ഫോൺ ഓരോ വർഷം നമുക്ക് ഇറങ്ങുന്നുണ്ട്. എല്ലാവരും ഫോണിൽ ഏറ്റവും പെർഫെക്റ്റ് സാധനമാണെന്ന് വിചാരിച്ചിട്ടാണ് അത് മേടിക്കുന്നത്. അപ്പോ പെർഫെക്റ്റ് ആപ്പിളിന്റെ 15 പെർഫെക്റ്റ് ആണെങ്കിൽ 16 ഇറക്കേണ്ട കാര്യമില്ല, ഉണ്ടോ? അതേപോലെ ഓരോ കാര്യങ്ങളിലും അപ്ഡേഷൻ അല്ലെങ്കിൽ നടന്നുകൊണ്ട് പുതിയ പെർഫെക്ഷൻ വന്നുകൊണ്ടേയിരിക്കും. പെർഫെക്ഷനിസ്റ്റ് പറഞ്ഞൊരു സംഭവമില്ല, അല്ലെങ്കിൽ പെർഫെക്ഷൻ ആയിട്ട് ഒരു സാധനവും ഇല്ല. എല്ലാത്തിനും കൂടുതൽ പെർഫെക്റ്റ് ആയിക്കൊണ്ടിരിക്കുള്ളൂ. അപ്പൊ നമ്മൾ അതുപോലെ തന്നെയാണ്. എല്ലാം പെർഫെക്ഷൻ ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ച് നമ്മൾ ഒരിക്കലും ചെയ്യലുണ്ടാവില്ല. എപ്പൊ ചെയ്യുമ്പോഴും നമുക്ക് തെറ്റുകൾ പറ്റും. തെറ്റുകളിൽ നിന്ന് നമ്മൾക്ക് മാറി ശരിയെന്ന് നമ്മൾ പഠിക്കാൻ കഴിയണം. അപ്പൊ 5ാമത്തെ കാര്യം പെർഫെക്ഷനിസ്റ്റ്. 6ാമത്തെ കാര്യം നമുക്ക് പ്രൊട്ടക്റ്റ് ടൈം. നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയണം. അതായത് നമ്മുടെ സമയത്തിനെ നമുക്ക് എന്ത് വേണം, നമുക്ക് ഒരുപാട് എന്നും RCM ബിസിനസ്സിൽ തിരക്കാണ്, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ പല ബിസിനസ്സും ചെയ്യുന്ന ആളുകൾ തിരക്കാണ്, പൈസ ഉണ്ടാക്കുന്ന തിരക്കാണ്. നമ്മുടെ ഫാമിലിയോട് നമുക്ക് 1 മണിക്കൂർ ഇരിക്കാനോ അവരുടെ കൂടെ യാത്ര ചെയ്യാനോ ഭക്ഷണം കഴിക്കാനോ നമുക്ക് ടൈമില്ല. കുറെ ആളുകൾക്ക് എന്താ, ജീവിതത്തിൽ വളരണം, അതിന് വേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് വ്യായാമം ചെയ്യാൻ ഒഴിവില്ല, അതുപോലെ തന്നെ ബുക്ക് വായിക്കാൻ ഒഴിവില്ല, മെഡിറ്റേഷൻ ചെയ്യാൻ ഒഴിവില്ല. എന്തായാലും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയോടൊപ്പം നമ്മൾ ഇതിനൊരു സമയം കണ്ടെത്തണം. നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റണം കുറച്ച് സമയത്തിന് നമ്മുടെ ഫാമിലിയുടെ ഒപ്പം. കാരണം ഞാൻ RCM ബിസിനസ്സിൽ വന്നപ്പോൾ കുറെ ആളുകൾ എൻ്റെ അടുത്ത്, ലേഡീസ് ആയിട്ടുള്ള ആളുകളൊക്കെ പറയലുണ്ട്, ഭർത്താവിന് ഞാൻ അങ്ങനെ പോകണത് ഇഷ്ടമില്ല, അവർ പോയി വന്ന പ്രശ്നങ്ങളാണെന്നൊക്കെ പറയുമ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറയുന്നത്,
നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കുന്നത് ഫാമിലിക്കാണ്. നമ്മൾ പൈസ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നതൊക്കെ എന്തിനു വേണ്ട? നമുക്ക് പൈസ, ഈ പൈസ എന്തിനു വേണ്ട? നമ്മുടെ കുടുംബം സുരക്ഷിതമാവാനും കുടുംബം സന്തോഷമായിട്ട് കഴിയാൻ വേണ്ട. അപ്പൊ ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി പറയുന്നത് കുടുംബം തന്നെയാണ്. അവരെന്ത് പറയുന്നു അതിന് നിങ്ങൾ മുൻതൂക്കം കൊടുക്കുക. പിന്നീട് അവർ ചിലപ്പോ മറ്റു കാര്യങ്ങൾ സമ്മതിക്കുക വെച്ചാൽ വന്നാൽ, ഇല്ലെങ്കിൽ ഇപ്പൊ അവര് അധികരിച്ച് വന്ന് എന്നും വീട്ടിൽ ചെല്ലുമ്പോൾ സ്ട്രഗിളിങ്ങും വഴക്കും വെക്കാണെന്ന് അവർക്ക് സന്തോഷമായി ബിസിനസ് ചെയ്യാൻ പറ്റും? ഒരിക്കലും പറ്റില്ല. അപ്പൊ അതിനു വേണ്ടി നമുക്ക് എന്ത് വേണം? കൂടുതൽ സമയം ഇതിനു വേണ്ടിയിട്ട് മാറ്റി വെക്കാൻ കഴിയണം. ആ ഒരു കുടുംബം കൂട്ടായ്മ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ നമുക്ക് കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്യണം. ഇപ്പൊ 99 ചില ആളുകൾ പറയലുണ്ട്, ആർസിം ബിസിനസ്സിൽ വരുമ്പോൾ ആദ്യ കാലത്തൊക്കെ നമുക്ക് വർക്ക് കൂടുതലാവും, പൈസ കുറവുണ്ടാവുക. അപ്പൊ ആ സമയത്ത് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഫോൺ ചെയ്തിട്ട് ഇങ്ങനെ ഇറങ്ങി ഓടുക. അപ്പോ അയാളുടെ ഫോൺ ചെയ്യൽ കഴിഞ്ഞിട്ട് വേണം കുട്ടികളുടെ ഫീസിന്റെ കാര്യം പറയാച്ചിട്ട് വാരിയിരിക്കുന്നത്. ആളെ കാണാൻ പോകുമ്പോൾ ആൾ പടി കടന്ന് പോയിട്ടുണ്ടാവും. കാരണം അദ്ദേഹത്തിന് രണ്ട് കാര്യം: ഒന്ന്, കയ്യിൽ ചിലപ്പോൾ പൈസ ഉണ്ടാവില്ല ചോദിച്ചാലും കൊടുക്കാൻ. അപ്പൊ എന്തേലും പറഞ്ഞിട്ട് എസ്കേപ്പ് ആവുക. അങ്ങനെ എസ്കേപ്പ് ആവാതെ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിൽ പൈസ വേണ്ടിടത്ത് പൈസ, സമയം വേണ്ടിടത്ത് സമയം സ്പെൻഡ് ചെയ്യാൻ കഴിയണം. ഇത് സ്പെൻഡ് ചെയ്യാതെ നമ്മൾ പൈസ ഉണ്ടാക്കാൻ നടന്നു കഴിഞ്ഞാൽ നമുക്ക് എന്നും മാനസികമായിട്ട് നമുക്ക് ടെൻഷനായി. മനസ്സ് ഫ്രീ ആകുമ്പോഴാണ് നമുക്ക് നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാനും നല്ല രീതിയിൽ ചിന്തിക്കാനും നല്ല രീതിയിൽ ബിസിനസ്സിൽ ഗ്രോ ചെയ്യാനും പറ്റുള്ളൂ. നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ എങ്ങനെ ഒരു ടീമിന്റെ പ്രശ്നം പരിഹരിക്കാൻ പറ്റും? നമ്മുടെ ഗ്രോത്തിന് വേണ്ടി നമുക്ക് അത് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടി വരും. നമുക്ക് കുറച്ച് സമയം നമ്മുടെ ടീമിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാൻ നമുക്ക് പഠിക്കുക. ഗ്രൂപ്പിന്, അതേപോലെ ടീമിന് വേണ്ടിയിട്ടും ഫാമിലിക്ക് വേണ്ടിയിട്ടൊക്കെ സ്പെൻഡ് ചെയ്യുക. അതിന് വേണ്ടി നമുക്ക് കുറച്ച് ടൈം നമുക്ക് പ്രൊട്ടക്ട് ചെയ്യണം. ഏഴാമത്തെ പോയിന്റ്, ലേൺ ടു സേ നോ. നമ്മൾ നോ പറയാൻ പഠിക്കണം. അത് ജീവിതത്തിൽ വലിയൊരു മാറ്റം വരും. ഞാൻ എൻ്റെ ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ നോ എന്ന് പറഞ്ഞിരുന്നില്ല. നമ്മൾ നോ പറയുമ്പോഴാണ് നമുക്ക് റിയൽ ആയിട്ടുള്ള ആളുകളെ കിട്ടും. നമ്മുടെ കൂടെ എത്ര പേരുണ്ട്, എത്ര പേര് നമ്മുടെ ഒപ്പം നിൽക്കുന്നുള്ളതിനെ പറ്റി ക്ലിയർ ആയിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് വേണം? നോ പറയാൻ പഠിക്കണം. എൻ്റെ ലൈഫിൽ, ഫാമിലിയിലാട്ടെ മറ്റുള്ള കാര്യങ്ങളാട്ടെ, പല പ്രതിസന്ധികൾ വന്നപ്പോൾ ചില കാര്യങ്ങളിൽ ഞാൻ നോ പറയാൻ തുടങ്ങി. അന്ന് മുതൽ എനിക്ക് പഴി കേൾക്കേണ്ടി വരാൻ തുടങ്ങി. അവൻ നല്ല ആളല്ല, അവൻ അങ്ങനത്തെ പ്രശ്നമാണ്, ഇങ്ങനത്തെ പ്രശ്നമാണ്, ഇതാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു, ഞാൻ എന്താണോ ഇത്ര കാലമൊക്കെ ഇങ്ങനെ കാര്യങ്ങൾ, ഇപ്പൊ ഇങ്ങനെ പ്രശ്നം ഉള്ളതുകൊണ്ടല്ലേ എന്താ അവർക്കത് മനസ്സിലാവാത്തത്? അവർക്കത് മനസ്സിലാവില്ല. എന്താ കാരണം? കാരണം എന്താ വെച്ചാൽ അവരുടെ കാര്യങ്ങൾ നമ്മളെ വെച്ച് നടക്കുകയാണെന്ന് വെച്ചാൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാവും. നമ്മുടെ കൂട്ടുകാര് ഉണ്ട്, നമുക്ക് കൂട്ടുകാരുടെ കൂടെ എവിടേക്കെങ്കിലും നമ്മൾ ബിസിനസ്സിന് പോകുമ്പോൾ അവർ ചിലപ്പോൾ സിനിമയ്ക്ക് വിളിക്കും, ചിലപ്പോൾ വേറെ എന്തെങ്കിലും പാർട്ടി കൂടെ, പല കാര്യത്തിനും പോകുമ്പോൾ ആദ്യമൊക്കെ നമ്മൾ യെസ് പറഞ്ഞ് പോവാൻ നിൽക്കുമ്പോൾ എന്നെങ്കിലും പോവില്ല പറഞ്ഞു 2 പ്രാവശ്യം നോ പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടുകാരെന്നുള്ള ബന്ധം അവിടെ തീർന്നു. പിന്നെ കൂട്ടുകാരല്ലേ അവർക്ക്. അപ്പൊ എന്തെങ്ങനെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോ പറയുമ്പോഴാണ് നമ്മുടെ അടുത്ത് നിൽക്കുന്ന റിയൽ ആളുകളെ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ആർസിയും ബിസിനസ്സിൽ വന്നപ്പോൾ അല്ലെങ്കിൽ ഗ്രോ ചെയ്ത ആളുകളെ പഠിക്കുമ്പോൾ അവര് ഏറ്റവും കൂടുതൽ പറയുന്ന കാര്യം നോ എന്നാണ്. അതിൻ്റെ ഒരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നോ എന്ന് പറയുമ്പോഴാണ് ആളുകൾ ഇവരെ കുറ്റം പറയാൻ തുടങ്ങും. ആളുകൾ കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുക ഇവന്റെ വളർച്ചയിലേക്കുള്ള പാതയാണെന്ന്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ആളുകളെ കൊണ്ട് മാക്സിമം നമ്മളതിനെ കുറ്റം പറയിപ്പിക്കുക. അപ്പൊ കുറ്റം പറയുന്ന ആളുകളൊക്കെ നിങ്ങൾ നോക്കി നോക്കൂ, സമൂഹത്തിൽ ഉയർന്നു വന്ന ഏത് ആളുകളെ കുറിച്ചിട്ടും കവലകളിലായാലും ശരി, നാട്ടും പുറത്തായ ചർച്ചാ വിഷയം എന്താവും? അവന്റെ പ്രശ്നങ്ങൾ, അവന്റെ കാര്യങ്ങളെ കുറിച്ചിട്ടാവും. പക്ഷെ അവരൊക്കെ എന്താ, പിന്നീടാണ് അവർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു വരിക. കാരണം അവർക്ക് ഗ്രോ ചെയ്യാം. അപ്പൊ ഞാൻ മനസ്സിലാക്കിയത്, ഒന്ന് നോ പറയാൻ പഠിക്കുക. ഈ നോ പറയാൻ പഠിച്ചാൽ നമുക്ക് ശത്രുക്കളെ കൂടുതൽ ഉണ്ടാക്കാൻ പറ്റുക. ശത്രുക്കൾ കൂടുതൽ ഉണ്ടാകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഗ്രോ ചെയ്യും. അല്ലെങ്കിൽ എല്ലാവരും കുട്ടിയും മാനെ പറഞ്ഞിട്ട് നല്ല രീതിയിൽ വാക്കും വർത്താനം പറഞ്ഞു തുടങ്ങി നമുക്ക് ഒരിക്കലും അതിനുള്ള ആ ഒരു സുഖത്തിൽ നിന്ന് നമുക്ക് ഒന്ന് പൊട്ടിത്തെറിച്ച് പുറത്തേക്ക് പോവാൻ കഴിയില്ല. ആർസിഎമ്മിന്റെ ടീമിലാണെച്ചാലും ഞാൻ നോ പറയാൻ പഠിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ നോ പറയുമ്പോഴാണ് ടീമിൽ നിന്നുള്ള ആളുകൾ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. കാരണം അവരെന്ത് പറയുമ്പോൾ യെസ് പറയുമ്പോൾ ഒരു കുഴപ്പമില്ല, ആർക്ക് യാതൊരുവിധ പ്രശ്നം ഉണ്ടാവില്ല. നോ പറയാൻ തുടങ്ങിയാലാണ് നമുക്ക് റിയൽ ആയിട്ടുള്ള ആളുകളെ, ഇതൊരു
സ്കില്ലാണ് ഇത് പഠിച്ചുണ്ടാക്കണം. കടം ചോദിക്കുന്ന ആളുകൾക്ക് നോ പറഞ്ഞ എന്താവും? ബന്ധം പൂവച്ച പോയിക്കോട്ടെ, കാശ് പോവില്ലല്ലോ. രണ്ട് കാര്യം നമുക്ക് കടം കൊടുത്താൽ സംഭവിക്കും. ഒന്ന്, ബന്ധം പോവും, പൈസയും പോവും. നമുക്കിവിടെ എന്ത് വേണം? ബിസിനസ്സിൽ വരുമ്പോൾ TC ചബ്രാജി പറഞ്ഞ് നമ്മളെ പഠിപ്പിച്ച കാര്യം, നമുക്ക് സിസ്റ്റത്തിൽ കടം കൊടുക്കാനോ കടം വാങ്ങിക്കാനോ അത് ധൈര്യമായിട്ട് പറയാ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യും? ചിലപ്പോൾ സുഹൃത്ത് പോവുമായിരിക്കാം, അതല്ലെങ്കിലും കൊടുത്താലും പോകും, പക്ഷെ പൈസ പോവില്ലേ. അപ്പൊ എന്ത് കാര്യത്തിൽ നമ്മൾ നോ പറയാൻ എപ്പോ പഠിക്കുന്നോ അപ്പോഴാണ് നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. പിന്നെ 8ാമത്തെ കാര്യം, നമുക്ക് ഡെലിഗേറ്റ് ചെയ്യാൻ പഠിക്കണം. ഡെലിഗേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ എന്ത് കാര്യത്തിലും ഞാൻ പറഞ്ഞാലേ അത് നടക്കുള്ളൂ, ഞാൻ ചെയ്താലേ അത് ശരിയാവുള്ളൂ എന്നുള്ളൊരു തോന്നൽ നമുക്ക് ഉണ്ടാവും. എനിക്കൊക്കെ ഉണ്ടായിരുന്ന കാര്യം തന്നെ. ഇപ്പൊ മീറ്റിംഗ് ഒക്കെ എടുക്കുമ്പോൾ, നമ്മുടെ ഉള്ളവരെടുക്കുമ്പോൾ അത് ശരിയല്ലേ, എനിക്ക് ഒന്നുകൂടി പെർഫെക്റ്റ് ആക്കായിരുന്നു, അല്ലെങ്കിൽ ഞാൻ എടുത്താലേ അത് ശരിയാവുള്ളൂ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞാലേ ശരിയാവുള്ളൂ, ഞാൻ ചെയ്താലേ ശരിയാവുള്ളൂ എന്നുള്ള തോന്നല് എനിക്കുണ്ടായിരുന്നു. അപ്പൊ ആ തോന്നല് മാറണിച്ച് നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെ ഒരു തോന്നൽ മാത്രമാണെന്നുള്ളത് പിന്നീടാണ് മനസ്സിലായത്. കാരണം നമ്മളില്ലെങ്കിലും നമ്മുടെ ഫാമിലി ഇതിനേക്കാൾ സുഖമായിട്ട് കഴിയും. ഞാനില്ലെങ്കിലും എൻ്റെ ടീം ഇപ്പൊ ഉള്ളതിനേക്കാൾ നന്നായിട്ട് കഴിയും. അതിനുള്ള കരുത്തന്മാരായിട്ടുള്ള ആളുകള് നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. കാരണം അവർക്കൊക്കെ എല്ലാവിധ കഴിവുണ്ട്. അവര് ഒരു മിനിറ്റ്, നമ്മള് പഠിപ്പിക്കണം കാര്യങ്ങൾ. ഓരോ കാര്യങ്ങളും അവരെ കൊണ്ടും കുറേശ്ശെ കുറേശ്ശെ ചെയ്യിക്കാൻ പഠിപ്പിക്കുക. അങ്ങനെ ചെയ്യിക്കാൻ പഠിപ്പിക്കുമ്പോഴാണ് അവർക്ക് കഴിവ് കൂടി കൂടി വരും. ഇപ്പൊ ഞാൻ എൻ്റെ മക്കള് ആയിട്ടുള്ള ആളുകൾ, അവർ പല കാര്യത്തിനും നമ്മുടെ അടുത്ത് എവിടേക്കെങ്കിലും ഒരു സാധനം മേടിക്കാനോ എന്തിനൊക്കെ വിട്ട് കഴിഞ്ഞാൽ അവിടെ ചെന്നാൽ വിളിക്കും, അച്ഛാ അതിവിടെ കിട്ടില്ല, ഇപ്പോൾ എനിക്ക് കാറ്ററിങ്ങിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ മറ്റു പല കാര്യത്തിനായാലും വിടും. അപ്പൊ അവിടെ ഇല്ല എന്ന് പറഞ്ഞിട്ട് വിളിക്കുമ്പോൾ ഞാൻ പറയും, ആ കിട്ടിയില്ലേ? ഇല്ല. എനിക്കറിയാം തൊട്ടപ്പുറത്തെ കടയിൽ കിട്ടും എന്ന് എനിക്കറിയാം. ഞാൻ അവൻ്റെ അടുത്ത് പോയി, ഇനിയിപ്പോ എന്താ ചെയ്യേ? ഇനിയിപ്പോ എന്നെ ചെയ്യും കണ്ണ ഏതൊരു സിനിമയില്ലേ അങ്ങനെ, ഇനിയിപ്പോ എന്നെ ചെയ്യും പറയും. അപ്പൊ അവര് പറയും ഞാൻ നോക്കട്ടെ എന്ന്. അപ്പൊ അവര് ആ കടക്കാരൻ്റെ തൊട്ടടുത്ത കടക്കാരനോട് ചോദിക്കും, ഇങ്ങനെ സാധനത്തിന് ഇത് ഇവിടെ ഇല്ല, ഇനിയിപ്പോ എവിടെ കിട്ടും? അപ്പൊ അവരാരെല്ലാം പറഞ്ഞു കൊടുക്കും. അപ്പൊ അവര് ആ കട കണ്ടുപിടിച്ച് സാധനങ്ങൾ മേടിക്കാം. ഇങ്ങനെ 4 പ്രാവശ്യമോ 5 പ്രാവശ്യമോ നമ്മള് അവരടുത്ത് പറയുകയാണ്. എന്ത് ചോദിക്കുമ്പോഴും എന്താ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൊല്യൂഷൻ നമുക്ക് അറിയും, എന്നാ പക്ഷെ പറഞ്ഞു കൊടുക്കായിരുന്ന. ഇപ്പൊ അവരെന്ത് ചെയ്യും? അതുകൊണ്ട് എവിടെ പോയാലും അവിടെ പോയാൽ ഇനിയിപ്പോ വിളിച്ചാലും ഇപ്പൊ ഇവരെന്ത് പറയും? ഇനിയിപ്പോ എന്താ ചെയ്യാന്ന് ചോദിക്കുള്ളൂ. അപ്പൊ അവരിന്ന് ആ കാര്യങ്ങളാണ് നടത്തിയിട്ട് വരാൻ തുടങ്ങും. ഇതേപോലെ നമ്മുടെ ടീമിലെ പല ആളുകളും പല കാര്യത്തിലും നമ്മളെ വിളിക്കും. സൊല്യൂഷൻ അറിയെങ്കിലും പറയരുത്. നമുക്ക് കൂടുതൽ സമയം കിട്ടാനും ഇത് നല്ലതാണ്. പാർട്സിംഗ് ബിസിനസ്സിൽ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് വരുന്ന വലിയൊരു പ്രശ്നം, ഈ ഫോണിൽ ചെവിയിൽ കുറെ വെച്ചിട്ട് ഫോൺ അതെടുത്തിട്ട് ഇതിൽ വെച്ച് എല്ലാത്തിനും ഫോൺ നമുക്ക് വരിക. പല പ്രശ്നങ്ങൾ പരിഹരിക്കുക. ഒരാളുടെ പ്രശ്നം കേൾക്കാൻ ഒരുപാട് സമയം കൊടുക്കും. ഇത് കഴിഞ്ഞാൽ കുറെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കുറെ സമയം വേണം. ഇങ്ങനെ നമുക്ക് ബിസിനസ് ചെയ്യാൻ സമയം കിട്ടലില്ല എന്നുള്ളതാണ്. അപ്പൊ ഞാൻ എൻ്റെ ബിസിനസ്സിൽ ഒരു പുതിയ, അല്ലെങ്കിൽ എൻ്റെ ടീമിലൊക്കെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? നമുക്ക് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? 3 സൊല്യൂഷൻ അവരെടുത്ത് പറയും. ഒരു പ്രശ്നമാണ്, ഇന്നതാണ് പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റിയതിന് അവരിൽ തന്നെ ചോദിക്കും. അപ്പൊ അവർ ഇങ്ങനെയൊക്കെ ചെയ്യാം. അപ്പൊ അതിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൊല്യൂഷൻ നമുക്ക് എന്ത് ചെയ്യും? ഇത് ചെയ്തോളൂ, നന്നാവും പറയും. അങ്ങനെയാകുമ്പോൾ അവർ പ്രശ്നം പരിഹരിക്കാൻ പഠിക്കും. നമുക്ക് ഏറ്റവും കൂടുതൽ സമയം പോകുന്ന ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ടിട്ട്. അതേപോലെ നമ്മുടെ ടീമിലെ പല ആളുകളും പല പ്രശ്നങ്ങളും ചോദിക്കും. അപ്പൊ നമ്മൾ പറയും, ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചുതരാം. അത് ചില ആളുകൾ പറയും, ഇപ്പൊ പെയിന്റിനെ കുറിച്ചിട്ട് എക്സാമ്പിൾ, പെയിന്റിന് എനിക്ക് കൂടുതൽ അറിവുണ്ട്, പെയിന്റ് കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ. ഇപ്പൊ പെയിന്റിൽ പ്രശ്നം വന്ന നേരെ ആളുകൾ എന്ത് ചെയ്യും? കസ്റ്റമർക്ക് എന്റെ നമ്പർ ഡയറക്റ്റ് കൊടുക്കും. എന്നോട് പറയും, സാറേ ഞാൻ ഈ നമ്പർ കൊടുത്തിട്ടുണ്ടോ, സാറൊന്ന്. ആദ്യമൊക്കെ ഞാൻ ഇത് ചെയ്തായിരുന്നു, പിന്നെ ഇത് ആളുകളുടെ എണ്ണം കൂടുക. അപ്പൊ എനിക്ക് മനസ്സിലായി, ഞാനിപ്പോ ഇത് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകൾ ചിലപ്പോൾ സാധനം മേടിക്കും, ചിലപ്പോൾ മേടിക്കില്ല. പക്ഷെ എന്റെ ഈ പ്രശ്ന പരിഹാരത്തിനായിട്ട് ഒരുപാട് സമയം പറയും. അപ്പൊ ഞാൻ ഒരു ദിവസം ഒരു ലീഡറെ അടുത്ത് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഇത് പഠിപ്പിച്ചു തരാം. നിങ്ങൾ വിളിക്കുന്ന ആളുകൾക്കൊക്കെ നിങ്ങൾ എന്ത് ചെയ്യൂ? ഇത് പറഞ്ഞു കൊടുക്കൂ. ആളപ്പൊ ഫോൺ കട്ട് ചെയ്തു. ഡോക്ടർ ആയുഷ് സാറിനെ വിളിച്ചു. സാറേ, ജയരാജൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞ അവൻ ഇങ്ങനെ പറയണ, ഇങ്ങനെ.
അങ്ങനെ പറയണതാണ്. അപ്പോ സാർ അത് ഹാൻഡിൽ ചെയ്തു നല്ല രീതിയിൽ ആ പ്രശ്നങ്ങൾ. പിന്നീട് ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താ വെച്ചാൽ അവർക്ക് കാര്യങ്ങൾ പഠിഞ്ഞപ്പോൾ പിന്നെ അവര് കാര്യം ഹാൻഡിൽ ചെയ്യാൻ പറഞ്ഞു. ഇത് ഡെലിഗേഷന്റെ ഭാഗമാണ്. കാരണം ഈ ഒരു ബിസിനസ് നമ്മൾ ഒറ്റയ്ക്ക് ചെയ്താൽ ഇത് എവിടെ എത്താൻ പറ്റില്ല. ഇത് ഡെലിഗേറ്റ് ചെയ്താണ്. നമ്മുടെ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടതും നമുക്ക് എങ്ങനെ ബിസിനസ് കൊണ്ടുവന്നത് ചിന്തിക്കേണ്ടത് നമ്മുടെ തലയുടെ ഉള്ളിൽ നമുക്ക് 100 ടെൻഷനായി നമുക്ക് ബിസിനസ് നന്നായി നടക്കില്ല, ഒന്നിനെ കുറിച്ചിട്ട് ഒരു അറിവുണ്ടാവില്ല. ഞാൻ ആദ്യ കാലത്ത് ബിസിനസ് ചെയ്യുമ്പോഴേക്ക് ലാസ്റ്റ് ടൈമിൽ ടീമിലത്തെ ബിസിനസ് നോക്കാനും ടീം ഓരോരുത്തർ എവിടെ എത്തിയെന്നോ ഇതിനൊന്നും സമയം ഉണ്ടാവില്ല. ഫുള്ള് ബിസിയാണ്. എന്ത് ബിസിയാണ്? എന്റെ ഏറ്റവും കൂടുതൽ ബിസി വേണ്ടത് എന്താ? എന്റെ PV ജനറേറ്റ് ചെയ്യാൻ എന്റെ ടീമിലത്തെ ആളുകളെ പിടിച്ച് കരകയറ്റാനൊക്കെ വേണ്ട സമയം ഞാൻ ഓരോ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ടീമിലുള്ള ഓരോ കാര്യങ്ങൾ ഓരോരോ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ഫോൺ ചെയ്ത് അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം കൊടുത്തപ്പോ എനിക്കിതൊന്നും നോക്കാനുള്ള സമയം ഉണ്ടാവില്ല. അപ്പൊ എന്റെ ബിസിനസ് ഗ്രോ ചെയ്യണില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു എന്താണ് ഇപ്പൊ ഇതിങ്ങനെ ഗ്രോ ചെയ്യുക, എന്താ അതിനെ പറ്റി? അപ്പൊ കുറെ അറിവിന്റെ കുറവ് എനിക്കുണ്ട്. അപ്പൊ അറിവ് നേടാൻ നമ്മൾ എന്ത് ചെയ്തു? കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുള്ള സംവിധാനങ്ങളിൽ പൈസ ചെലവാക്കിയാലും വേണ്ടില്ല, പഠിക്കട്ടെ എന്ന് വിചാരിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ പഠിക്കുമ്പോഴാണ് നമ്മൾ പറ്റുന്ന മണ്ടത്തരങ്ങളുടെ ലിസ്റ്റ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഞാൻ കുറെ മണ്ടത്തരമൊക്കെ ഇപ്പൊ ഒഴിവായി. ഇപ്പൊ ഇഷ്ടംപോലെ ടൈം ഉണ്ട് എനിക്ക്. അധികം ആളുകളൊന്നും വിളിച്ചിട്ട് ഇപ്പൊ ശല്യം ചെയ്യില്ല. കാരണം ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പൊ അവർക്ക് തന്നെ അറിയാം കുറെ. അപ്പൊ ലീഡേഴ്സിന് കാര്യങ്ങൾ കൂടുതൽ പഠിയുമ്പോൾ അവര് കൂടുതൽ പഠിച്ചു വരും, അവര് മുന്നോട്ട് പോകും. നമുക്ക് പ്രശ്നങ്ങൾ കുറെ കുറയും, നമുക്ക് സുഗമമായിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഡെലിഗേഷൻ പറഞ്ഞാൽ ഈ ബിസിനസ്സിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഡെലിഗേറ്റ് ചെയ്തില്ലെങ്കിൽ ബിസിനസ് ഒരിക്കലും മുന്നോട്ട് നമുക്ക് പോവാൻ കഴിയില്ല. ഈ കാര്യങ്ങൾ വ്യക്തമായില്ല? ഇത്രയും കാര്യങ്ങൾ. ഇനി 2 കാര്യങ്ങളും കൂടി ഉണ്ട് ടൈമിനെ കുറിച്ചിട്ട്. ഒമ്പതാമത്തെ, അവോയ്ഡ് ഡിസ്ട്രാക്ഷൻ. പല കാര്യങ്ങളിൽ നമുക്ക് വേണ്ടതോ വേണ്ടാത്തതെന്ന് അറിയാതെ പല പല കാര്യങ്ങൾക്ക് നമ്മൾ ഓരോ ദിവസവും സമയം സ്പെൻഡ് ചെയ്ത. ഇപ്പൊ ചില ആളുകൾ പറയും നമുക്ക് എന്താണ് ഒരു നീല ടാർപ്പായ ചുവന്ന കസാലയും കാണുന്ന സ്ഥലത്തൊക്കെ ഇല കാണലോ, എന്ത് കണ്ടാലും അവിടെ പോയിട്ട് കുത്തിരിക്കല പണി. നമ്മുടെ ആവശ്യമൊന്നും അവിടെ ഇല്ല. വെറുതെ പല ഡിസ്ട്രാക്ഷനിലേക്ക് നമ്മൾ പോയി തലവയ്ക്കുക. പിന്നെ അവിടുത്തെ കാര്യങ്ങളായി അത് ഏറ്റെടുക്കലായി അവിടുത്തെ കാര്യങ്ങൾക്ക് വേണ്ടി നിൽക്കലായി. നമ്മൾ പോയില്ലെങ്കിൽ അത് നടക്കില്ല എന്നാണ് നമ്മുടെ വിചാരം. ആരെന്താ എവിടെ പ്രശ്നം വന്നാലും ആദ്യം പിന്നെ നമ്മളെ വിളിക്കാൻ തുടങ്ങും. അപ്പൊ അതിന്ന് പതുക്കെ ഇങ്ങനെയുള്ള ഡിസ്ട്രാക്ഷന് നമ്മൾ ഒഴിവാവാൻ തുടങ്ങി. നമുക്ക് ഒരു ദിവസത്തില് 1 മണിക്കൂർ 1 ഡേ 1 മണിക്കൂർ നമുക്ക് വെറുതെ കളഞ്ഞാൽ 1 വർഷം ചുരുങ്ങിയത് 2 മാസം നമുക്ക് നഷ്ടപ്പെടും. നമ്മൾ 2 മാസം നമുക്ക് വർക്ക് ചെയ്യുന്ന സമയം നമുക്ക് നഷ്ടപ്പെടും. നമുക്ക് എല്ലാവർക്കും 12 മാസം ഒരു വർഷത്തിൽ കൊടുക്കുന്ന അല്ലെങ്കിൽ 360 ദിവസം കൊടുക്കുന്നുണ്ടെങ്കിലും നമ്മൾ അതിലത്തെ 1 മണിക്കൂർ നമ്മൾ അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവാക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു 2 മാസം പോയി കഴിഞ്ഞിട്ട് 10 മാസത്തേക്കുള്ളൂ. നമ്മുടെ സമയം ചുരുങ്ങി. ഈശ്വരൻ ഇത് തരാഞ്ഞിട്ടല്ല, നമ്മളിത് വേസ്റ്റ് ആക്കുകയാണ്. അപ്പൊ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സ്വയം പോയിട്ട് തലയിട്ട് കൊടുക്കരുത്. നമ്മൾ അതിൽ നിന്നൊക്കെ വിട്ടുപോകുന്നത് നമ്മുടെ ബിസിനസ് കാര്യങ്ങളിലേക്ക് കൂടുതൽ സമയം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിൽ നിന്ന് മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് ഗ്രോത്തിലേക്ക് വരാൻ പറ്റും. പിന്നെ 10ാമത്തെ കാര്യം, ലാസ്റ്റ് കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ പാർക്കിൻസൺസ് ലോല. നമ്മുടെ ഡോക്ടർ ആയിൻ സാർ നമ്മളെ പഠിപ്പിക്കുന്നത് പാർക്കിൻസൺസ് അല്ലെ, ഇങ്ങനെ കയ്യും കാലൊക്കെ ഈ വരയ്ക്കുന്ന കാര്യങ്ങൾ. ഇത് അതല്ല, ഇത് നമുക്കൊരു കാര്യത്തിന് 1 മാസം സമയമുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പൊ ലീഡേഴ്സ് ആയിട്ടുള്ള ആളുകൾ, ടെക്നിക്കൽ ആയിട്ടുള്ള ആളുകൾ 3 മീറ്റിംഗ് എടുത്തിട്ട് ഗ്രൂപ്പിൽ അല്ലെങ്കിൽ കമ്പനിക്ക് അയച്ചു കൊടുക്കണം. മീറ്റിംഗ് എടുക്കുന്ന ഫോട്ടോ 4 എടുത്തിട്ട് കമ്പനിക്ക്. റോയൽറ്റി ആയ ആളുകൾ 2 മീറ്റിംഗ് എടുത്തിട്ട് എന്നാലാണ് നമുക്ക് കമ്മീഷൻ തരുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് കമ്മീഷൻ കിട്ടും. അപ്പൊ ഇത് നമുക്ക് 1 മാസം സമയമുണ്ട്. 1ാം തീയതി മുതൽ 30ാം തീയതി വരെ സമയമുണ്ട്. ഇപ്പൊ ഞാനടക്കം
ചിലപ്പോ 29-ാം തീയതി അയ്യോ ഞാൻ മീറ്റിങ്ങിന്റെ ഫോട്ടോ ഇട്ടിട്ടില്ലല്ലോ, അല്ലെങ്കിൽ ഇത് അയച്ചു കൊടുക്കാൻ കഴിയില്ല, അപ്പോഴാവും ഞാനത് അയച്ചു. അതുവരെ എന്ത് ചെയ്യും, നമുക്ക് ഇതൊരു 5-10 തീയതിക്ക് ഉള്ളത് ഇടണം എന്ന് പറഞ്ഞ് ഞാൻ എപ്പോഴും ഇട്ടിട്ടുണ്ടാവും, ബാക്കി 20 ദിവസം നമുക്ക് കിട്ടും. അപ്പോ എന്ത് കാര്യത്തിനും നമുക്ക് ഒരുപാട് സമയം ഉണ്ടെങ്കിൽ നമ്മൾ അത്രയും സമയം നമ്മൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തും. നേരെ മറിച്ച് വളരെ കുറഞ്ഞ ടൈമേ ഉള്ളൂ വെച്ചാലോ, ആ ടൈമിൽ ചെയ്ത് തീർക്കും. ഇത് മാത്രമല്ല, ഇപ്പൊ RCM ബിസിനസ്സിൽ നമുക്ക് വലിയ വലിയ ലക്ഷ്യങ്ങൾ ഉണ്ടെങ്കിൽ, ഇപ്പൊ ഞാൻ ഇവിടുന്ന് തൃശ്ശൂർക്ക് പോവാന്ന് വിചാരിക്കും. തൃശ്ശൂർക്ക് പോകാൻ സാധാരണഗതിയിൽ 1 മണിക്കൂർ ടൈമാണ് എൻ്റെ വീട്ടിൽ നിന്ന് തൃശ്ശൂർ വരെ റണ്ണിങ് ടൈം. ഞാൻ തിരുവനന്തപുരത്തേക്കാണ് പോണെന്ന് വിചാരിക്കുക. തിരുവനന്തപുരം വരെ പോവാച്ചാൽ തൃശ്ശൂരൊക്കെ ചിലപ്പോൾ 3/4 മണിക്കൂർ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടാവും. കാരണം എനിക്ക് തൃശ്ശൂരല്ല എത്ര ഒരുപാട് ദൂരത്തേക്ക് എത്താനുള്ള, അല്ലെങ്കിൽ എൻ്റെ തൊട്ടടുത്ത സ്ഥലം 10 കിലോമീറ്റർ പോകേണ്ട സ്ഥലം വെച്ചാൽ ഞാൻ ഇങ്ങനെ ആടിപ്പാടി പതുക്കെ പോവുള്ളൂ. അതിന് വൈകുന്നേരം ആവത്തിട്ട് ഉള്ളിൽ അവിടെ എത്തിയാൽ മതി എന്നും കൂടി പറയുക, പിന്നെ പറയും വേണ്ട. അപ്പൊ നമ്മൾ എപ്പോഴും ജീവിതത്തിൽ വലിയ വലിയ വിഷൻ കാണുക, വലിയ വലിയ ലക്ഷ്യങ്ങൾ വെക്കുക. ഈ ലക്ഷ്യങ്ങൾ വലുതാവുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് ഓട്ടോമാറ്റിക് നമ്മളറിയാതെ സ്പീഡ് കൂടും. RCM വരുമ്പോ ഇത്രയ്ക്ക് മതി, അല്ലെങ്കിൽ ഒരു റോയൽറ്റി ആയി ഒരു ടെക്നിക്കലായി ഇനിയിപ്പോ കുഴപ്പമൊന്നുമില്ല എന്നുള്ള ഒരു വിചാരമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി അവിടെ ബ്രേക്ക് ഇട്ടെങ്കിൽ നിൽക്കും, ഒരു അടി മുന്നോട്ട് പോവില്ല. എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. എനിക്ക് വലിയ വിഷനും അല്ലെങ്കിൽ വലിയ ഡ്രീമും ഒന്നും ഇല്ലാത്തൊരു മനുഷ്യനുണ്ടായിരുന്നു ഞാൻ. കാരണം നല്ല രീതിയിൽ ജീവിക്കണം, അല്ലെങ്കിൽ വിജയിക്കണം ജീവിതത്തിൽ, കുഴപ്പമില്ലാത്തൊരു അന്തരീക്ഷം. പിന്നെ ഞാൻ പല ആളുകളടുത്തും പറയും, ചില ആളുകൾ ജയരാജ് എന്താന്ന് വെച്ചാൽ എനിക്ക് സന്തോഷമാണ്, പറയും ഹാപ്പിയാണ്. ഞാൻ പറയും എൻ്റെ ലൈഫിൽ ഞാൻ ഹാപ്പിയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് എനിക്ക് ഹാപ്പി? ഞാൻ ഉള്ളത് കൊണ്ട് സന്തോഷിക്കുന്ന ആളാണ് പറയും. 10 രൂപ കിട്ടിയാലും എനിക്ക് ഞാൻ അതുകൊണ്ട് കഴിയും, 100 രൂപ കിട്ടിയാലും അതുകൊണ്ട് കഴിയും, 10,000 കിട്ടിയാലും അതുകൊണ്ട് 1,00,000 കിട്ടിയാലും. അപ്പൊ എത്ര ചെറുതായാലും എനിക്ക് പ്രശ്നമില്ല. അതുകൊണ്ട് ഉള്ളതുകൊണ്ട് ഞാൻ സന്തോഷിക്കുന്ന ആളുകൾ, എനിക്ക് ഇതൊക്കെ മതി. അപ്പൊ ആർക്കും എന്നെ എന്തെങ്കിലും പറഞ്ഞ് കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ ഇത് ചെയ്യാനോ പറ്റില്ല. കാരണം ഞാൻ ഉള്ളതുകൊണ്ട് ജീവിക്കുക, അതിന് സന്തോഷം കണ്ടെത്തുന്നത് എൻ്റെ ഒരു തിയറി ഉണ്ട്. പക്ഷെ RCM ബിസിനസ്സിൽ വന്നപ്പോൾ അത് പോരാ. കാരണം ഞാൻ ഉള്ളതുകൊണ്ട് സന്തോഷിച്ചപ്പോ ടെക്നിക്കൽ ലെവലായിട്ട് സന്തോഷിച്ചിട്ട് അവിടെ ഇരിക്കുകയാണെന്ന് വെച്ചാൽ എൻ്റെ കൂടെയുള്ള ആളുകളെ ടെക്നിക്കലിക്ക് കൊല്ലാൻ പറ്റില്ല. എൻ്റെ കൂടെയുള്ള ആളുകളെ ടെക്നിക്ക് കൊണ്ടുമ്പോൾ ഞാൻ ഓട്ടോമാറ്റിക്കായി പൊന്തും, അത് സംശയമൊന്നുമില്ല. അങ്ങനെ അവരേനെയും കൂടി പൊന്തിച്ചു കൊല്ലണം, അവർക്കും കൂടി വലിയൊരു ലൈഫ് കൊടുക്കണം, അവരുടെ ജീവിതത്തിൽ വലിയ വലിയ ഉയർച്ച കൊണ്ടണം എൻ്റെ ടീം അംഗങ്ങൾക്ക് എന്നുള്ള ചിന്ത ഉണ്ടെങ്കിൽ RCM ബിസിനസ്സിൽ നമുക്ക് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ പറ്റില്ല. അപ്പൊ നമ്മളെ കുറിച്ച് ചിന്തിക്കണേക്കാൾ കൂടുതൽ നമ്മുടെ ടീമിനെ കുറിച്ച് ചിന്തിക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ 10ാമത്തെ ലോ, ഹൈ സ്പീഡായിട്ട് പാർക്കിൻസൺസ് അവരൊക്കെ ഇങ്ങനെ വരച്ച് പതുക്കെ ചെയ്യണ കാട്ടി. ഇപ്പൊ ചില ആളുകളുണ്ട് പാർക്കിൻസൺസ് ഉള്ള ആളുകൾ ചായ കുടിക്കുക വെച്ചാൽ ഇങ്ങനെ വരച്ചിട്ട് കുറേശ്ശെ, കാരണം അവർക്ക് എന്താ വെച്ചാൽ ഇതേപോലെ ആവരുത്. നമുക്ക് നമ്മുടെ ടീം അംഗങ്ങളെ സ്മാർട്ടായിട്ട് ഉഷാറായിട്ട് ഉശിരായിട്ട് ടെക്നിക്കലിലേക്ക് എമറാൾഡിലേക്ക് എത്തിക്കേണ്ട കടമ നമുക്കുണ്ട്. അപ്പോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ഉള്ളതുകൊണ്ട് സന്തോഷിക്കാതെ നമുക്ക് നല്ല രീതിയിൽ വരുമാനവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് സന്തോഷിക്കുക. അപ്പോ അങ്ങനെ സന്തോഷത്തിലെത്താൻ RCM ബിസിനസ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് വഴി വെട്ടി തുറന്നു തന്നിട്ടുണ്ട്, ഈക്വൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി തന്നിട്ടുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ പല ആളുകളും പല കാര്യങ്ങൾ പറഞ്ഞു വെച്ചാലും വിജയിക്കാനുള്ള ഏറ്റവും കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണം നമ്മുടെ സമയം ആരെങ്കിലും വെറുതെ കളയുന്നുണ്ടോന്നാ. അങ്ങനെ കളയുന്ന ഒരുത്തിനെ തല്ലി കൊന്നാലും പ്രശ്നമില്ല. കാരണം എന്താ വെച്ചാൽ നമ്മുടെ സമയമാണ് നമ്മുടെ ജീവിതം. ഒരു ദിവസത്തെ സമയം പോയി അത് പിന്നെ തിരിച്ചു കിട്ടില്ല. അപ്പൊ അതിന്റെ വാല്യൂ മനസ്സിലാക്കി ഈ ഒരു 10 കാര്യങ്ങൾ ലൈഫിൽ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെന്ന് വെച്ചാൽ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും വലിയ വലിയ വിജയങ്ങൾ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവും എനിക്കില്ല. ഇത് കേട്ട് കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് തർക്കമുണ്ടോ?